നമ്മുടെ പഠനം ആരംഭിക്കുകയാണ്. കർത്താവായ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ എല്ലാവരും വന്ദനം ചൊല്ലുന്നു. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഏൻഷ്യന്റ് പാത്ത് എന്ന നമ്മുടെ ആ കഴിഞ്ഞ ദിവസം പഠിച്ച പാഠത്തിന്റെ അടുത്ത ഒരു തലത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ജെറമ്യാവിനോട് ദൈവം പറഞ്ഞൊരു കാര്യം, നീ പഴയ പാതകളിൽ ചെന്ന്, വാക്യത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ജെറമ്യ chapter 6 verse 16. It's a very important word. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. ദയവായിട്ട് മ്യൂട്ട് ചെയ്യുന്നവർ മ്യൂട്ട് ചെയ്യുക. ഓക്കെ. നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. നമ്മൾ ഇന്നലെ ചിന്തിച്ച വിഷയം നിങ്ങളുടെ ഓർമ്മയിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ വഴികളും ദൈവത്തിന്റെ പാതകളും. നെവർ ഫോർഗെറ്റ് ദാറ്റ്. ദൈവത്തിന്റെ വഴികൾ അത് ഡെസ്റ്റിനേഷനെയാണ് സൂചിപ്പിക്കുന്നത്. ഡെസ്റ്റിനേഷൻ, വഴി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ഡെസ്റ്റിനേഷനാണ്. പാത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഡെസ്റ്റിനേഷൻ അല്ല, മറിച്ച് ആ ഡെസ്റ്റിനേഷനിൽ എത്തുവാനുള്ള മെത്തേഡാണ്. രണ്ടിനും രണ്ട് വഴികളാണ്. ഒന്ന്, വഴി എന്നതിന് കൊടുത്തിരിക്കുന്ന പദം ഡെറക് എന്ന പദം. പാത എന്നതിന് കൊടുത്തിരിക്കുന്ന പദം അറാഖ് എന്ന പദം. ഈ രണ്ട് പദങ്ങളും ഒരു വാക്കിന്റെ രണ്ട് അർത്ഥങ്ങളായിട്ട് തന്നെ തുടരുന്നു എങ്കിലും രണ്ടിനും വ്യത്യസ്തമായ അർത്ഥതലമുണ്ടെന്ന് നമ്മൾ കണ്ടു. ഡേവിഡ് പ്രാർത്ഥിക്കുന്നു, ദൈവമേ നിന്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ഷോ മീ യുവർ വേസ് ആൻഡ് ടീച്ച് മീ യുവർ പാത്സ്. ഷോ മീ യുവർ വേസ് മീൻസ് ഷോ മീ ദ ഡെസ്റ്റിനേഷൻ ആൻഡ് ടീച്ച് മീ ഹൗ ടു എൻറ്റർ, ഹൗ ടു റീച്ച് ദാറ്റ് ഡെസ്റ്റിനേഷൻ. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത്, ഞാൻ ഏൻഷ്യന്റ് ആളുകളുടെ പഠനത്തിലേക്ക് തന്നെ കടക്കണം, കാരണം നമ്മുടെ സബ്ജക്റ്റ് തീരത്തില്ല. ഇനി ഞാൻ ഇൻട്രൊഡക്ഷനിലേക്ക് പോരാ. ഡയറക്ട്ലി നമുക്ക് എൻറ്റേർഡ് ഇൻ ടു ദ ഓരോ മിസ്റ്റേക്കുകളെ നമ്മൾ അവരുടെ ലൈഫുകളിലേക്ക് പോവും. കോമൺ ആയിട്ട് ആദിമ കാലത്ത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, ജോസഫ് തുടങ്ങിയ ദൈവഭക്തന്മാർ അവർ ഏത് പാതയാണ് ദൈവത്തിങ്കിലേക്ക് റീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്? നമ്മൾ അതിനെ ഒന്ന് വിശദീകരണം ചെയ്യാൻ പോകും. നമുക്ക് എല്ലാവർക്കും വളരെ സുപരിചിതമായ തിരുവെഴുത്തുകളിലെ ഭാഗങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. എവിടെയാണ്, അല്ലെങ്കിൽ ഏത് മെത്തേഡാണ് അവര് ഈ ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാനായിട്ട്, റീച്ച് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്? അതിൽ നമുക്ക് ആദ്യമായിട്ട് 4 പ്രധാന വ്യക്തികളെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. 3 പ്രധാന വ്യക്തികൾ, അല്ലെങ്കിൽ 4ാമത്തെ ആളുകളെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കും. ഒന്നാമത്തത് അബ്രഹാമിനെ നമുക്കറിയാം, ദൈവം അദ്ദേഹത്തെ മെസൊപ്പൊത്താമിയയിൽ നിന്ന് വിളിക്കുകയാണ്. ദൈവം വിളിക്കുകയാണ്. എങ്ങനെയാ വിളിച്ചത്? ക്യാൻ ഇമാജിൻ? ഇപ്പൊ നമ്മൾ ദൈവവിളി കേട്ടവരാണ്, നമ്മളെല്ലാവരും ദൈവവിളി കേട്ടവരാണ്. നമ്മൾ എങ്ങനെയാ ദൈവവിളി കേട്ടത്? ഒന്നുകിൽ ഒരു പ്രവചന ശബ്ദം, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്തുണ്ടായിരുന്ന ഒരു ചിന്ത, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലെ ഒരു ആഗ്രഹം, ആരോ നമ്മളോട് പറഞ്ഞതായ വാക്കുകൾ, അതായിരുന്നു നമ്മൾ ദൈവത്തിന്റെ വിളിയായിട്ട് കണ്ടത്. അല്ലാതെ ആരെയും ദൈവം നേരിട്ട് ജോൺ ലോറൻസ് എന്ന് എന്നെ വിളിച്ചിട്ടില്ല, ഗിബ്സൺ എന്ന് ദൈവം വിളിച്ചിട്ടില്ല.
ജോഷ് പ്രകാശ് എന്ന് വിളിച്ചിട്ടില്ല, ടിജി എന്ന് വിളിച്ചിട്ടില്ല, അങ്ങനെ ആരെയും ദൈവം വിളിച്ചിട്ടില്ല. പക്ഷെ ഏബ്രഹാമിനെ ദൈവം വിളിച്ചു. ഏബ്രഹാമിനെ ദൈവം വിളിച്ചു എന്ന് പറയുമ്പോൾ നിശ്ചയമായിട്ടും ആ വിളി വളരെ കൃത്യമായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ല. അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ സഭയില്ല, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ പ്രൊഫറ്റ്സ് ഇല്ല, അദ്ദേഹത്തിന് ഒരു ആലോചന കൊടുക്കാൻ ആരുമില്ല. പക്ഷെ അദ്ദേഹത്തെ ദൈവം വിളിക്കണമെങ്കിൽ ദൈവത്തിന് വേറെ ഒരു വഴിയുമില്ല, ഒറ്റ വഴിയേ ഉള്ളൂ, ഡയറക്റ്റ് വിളിക്കുക. അതിന് മറുപടി ഉള്ളത് ദൈവം അവന് പ്രത്യക്ഷനായി. നമ്മുടെ മിസ്റ്റിക്കുകൾ അറിയേണ്ട 4 പ്രധാന കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. ആ 4 കാര്യങ്ങൾ. ഒന്നാമത്തത്, എവ്രി മിസ്റ്റിക്സ് ഹാസ് ടു എക്സ്പെക്ട് see the invisible God. ആമേൻ. എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും. ആരെന്നെ അന്വേഷിക്കുന്നോ എന്നെ കണ്ടെത്തും. അപ്പം ദൈവത്തെ, ഇൻവിസിബിൾ ദൈവത്തെ കാണുവാൻ, അത് കണ്ടെത്തുവാനായി നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കും. അതാണ് അതിന്റെ ഒന്നാമത്തേതായ പ്രധാന വിഷയം. രണ്ടാമത്തേതെന്ന് പറയുന്നത്, നമ്മൾ മനസ്സിലാക്കി ദൈവവചനത്തിനകത്തെ ലെയേഴ്സ്, അതായത് ദൈവവചനത്തിന്റെ അകത്തെ ഡീപ്പർ ട്രൂത്തുകൾ മനസ്സിലാക്കാൻ നമ്മുടെ കണ്ണുകൾ ദൈവം തുറന്നു തരിക. 3, മെസ്സഞ്ചറും ഒന്നായിട്ട് മാറുകയാണ്. മെസ്സേജും മെസ്സഞ്ചറും ഇൻകാർണേഷൻ ഓഫ് ദ വേർഡ്. അതായത് നമ്മൾ മെസ്സേജ് പറയുമ്പോൾ ആ മെസ്സേജ് നമ്മുടെ സന്ദേശങ്ങൾ മാത്രമല്ല, നമ്മൾ തന്നെ മെസ്സേജായി മാറും. അതാണ് ആക്ച്വലി ട്രൂ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ മിസ്റ്റിക്കൽ യൂണിയനിൽ ഡീപ്പർ ലെവലിൽ, അത് ദൈവവചനത്തിന്റെ ഡീപ്പർ ലെവലിലേക്ക് നമ്മൾ ഇറങ്ങുന്ന ഒരു സാഹചര്യം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളില് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഒരു വാഞ്ച ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഗോഡിനെ ഡീപ്പറായിട്ട് അറിയാൻ, വചനത്തിന്റെ അടുത്ത ഡയമെൻഷൻസിലേക്ക് പോകാൻ, ലെയറിലേക്ക് പോകാൻ നമുക്കിട വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കിന്ന് മനസ്സിലാക്കേണ്ടതായ ചില കാര്യങ്ങൾ. ഒന്ന്, 4 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടുത്തുക. ഒന്ന് നമുക്കറിയാവുന്ന ആളാണ് ഏബ്രഹാം, ഐസക്, ജേക്കബ്. നമുക്കറിയാം നമ്മുടെ ദൈവം എവിടെയെങ്കിലും സംസാരിക്കുമ്പോൾ, ഇസ്രായേലിൽ സംസാരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു വാക്കാണ്, ഞാന് അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ദൈവം എന്തുകൊണ്ട് ഈ 3 പേരെയും കൂടെ ചേർത്ത് പറയുന്നു? ഈ 3 വ്യക്തികളുടെ അവർക്ക് ലഭിച്ച വെളിപ്പാടുകൾ ഒരുമിച്ചാലേ ലോകത്തിന്റെ മുമ്പിൽ ദൈവത്തിന് തന്നെ ഒന്ന് പ്രസന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഇവർ 3 പേരും കൂടെ ചേർന്നാലേ ദൈവത്തെ കുറിച്ചുള്ള ഒരു പെർഫെക്റ്റ് റെവലേഷൻ വരത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അബ്രഹാമിനെ മാത്രം എടുത്താൽ മനസ്സിലാകത്തില്ല, ഇസാഖിനെ മാത്രം എടുത്താൽ മനസ്സിലായി, യാക്കോബിനെ മാത്രം. ഇവർ 3 പേരോട് ഒരുമിക്കണം. ഇവർ 3 പേരും ഒന്നായെങ്കിൽ മാത്രമേ, 3 പേരെയും കൂടെ ഒരുമിപ്പിച്ചാൽ മാത്രമേ ദൈവത്തെ കുറിച്ചുള്ള ഒരു ഫുൾ റെവലേഷൻസ് ഓപ്പൺ ആവും. നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ഇവരെ 3 പേരെ നമ്മൾ അതിനകത്ത് വേറൊരാളെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഈസ് ഓൾസോ എ മിസ്റ്റിക്, ഈസ് ഓൾസോ എ ഗ്രേറ്റ് മാൻ, ഹിസ് നെയിം ഈസ് ജോസഫ്. അതായത് യാക്കോബിന്റെ തലമുറയിൽ തന്നെ ജോസഫിനെ കൂടെ എടുക്കാം. അപ്പൊ 4 പേഴ്സൺസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് എടുക്കാനായിട്ട് പോവുകയാണ്. ഇതിനകത്ത് ഈ ഏബ്രഹാം, ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കണം. ഏബ്രഹാം, ഹൂ ഈസ് ഏബ്രഹാം? മാൻ ഓഫ് ഫെയ്ത്ത്, അറിയാം അല്ലേ? പക്ഷെ നമ്മൾ ഇന്ന് നമ്മുടെ മിസ്റ്റിക്സ് നമ്മൾ വേറൊരു ലെയറിൽ പഠിക്കാൻ പോവാ. ഏബ്രഹാം ഈസ് എ മാൻ ഓഫ് ആൾട്ടർ, യാഗപീഠത്തിന്റെ ആള്, മാൻ ഓഫ് ആൾട്ടർ. നമുക്ക് എല്ലാവർക്കും മാൻ ഓഫ് ഫെയ്ത്ത് അറിയാം, പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ വി ആർ ഗോയിങ് ടു എൻ്റർ ഇൻ ടു ദ പാത്ത്, ഓൾഡ് പാത്തിലേക്ക് പോവാണ്. സോ വി നീഡ് ടു ടേക്ക് ദ സെയിം സ്ക്രിപ്ചർ, മാൻ ഓഫ് അബ്രഹാം, വിശ്വാസികളുടെ പിതാവ് എന്നത് നമ്മൾ വി ആർ ഗോയിങ് ടു ടേക്ക് അനദർ ലെയർ. Abraham is a man of altar. Isaac is a man of the tent. ഇസഹാക്ക് എന്ന് പറയുന്നത് കൂടാരത്തിന്റെ ആളാണ്. അബ്രഹാം യാഗപീഠത്തിന്റെ മനുഷ്യൻ, the man of altar. ഇസഹാക്ക് the man of the tent.
Jacob, the man of the well. Man of the well. Well എന്ന് പറഞ്ഞാൽ കിണർ, കിണർ, ഉറവ. യാക്കോബ് ഉറവയുടെ ആളാണ്. Joseph, he is the man of the kingdom. ഡെസ്റ്റിനേഷൻ നോക്കണം. ഈ 4 വ്യക്തികളെ നമ്മൾ ഈ 4 വ്യക്തികളിലൂടെ ഒരു 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 റെവലേഷൻ നമ്മൾ എടുക്കാൻ പോകും. Abraham, a man of the altar. Isaac, the man of the tent, കൂടാരം വിട്ടുപിരിയാത്തവൻ. Jacob, the man of the well. Joseph, the man of the kingdom of God, അല്ലെങ്കിൽ kingdom. അപ്പൊ നോക്കിക്കേ, ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ. ഒരുവനെ തെരഞ്ഞെടുക്കുന്നു. അതായത് ഈ 4 വ്യക്തികളെ നമ്മൾ ഒരു റെവലേഷൻ ആയിട്ട് എടുക്കാൻ പോകും. We are going to take one revelation. ഒരാൾ ആൾട്ടറിന്റെ ആള്. ആ ആൾട്ടർ is leading us to the tent, tabernacle, tent, and the tent is leading us to the well or the spring, and the spring is leading us to the kingdom. And this is the picture of the Bible. Amen. യാഗപീഠം ഒരുവനെ ദൈവം വസിക്കുന്ന കൂടാരത്തിലേക്കും ടെന്റിലേക്കും, ടെന്റ് അവനെ ജീവജലത്തിന്റെ ഉറവയിലേക്കും, അതായത് അവൻ ടെന്റിലെത്തിയാൽ പിന്നെ അവനിൽ നിന്ന് ജീവന്റെ ഉറവകൾ പുറത്തേക്ക് വരിക. ജീസസ്, ജീവന്റെ ഉറവ പുറത്തു വന്നാൽ അടുത്ത് നമ്മൾ എത്താൻ പോകുന്ന മൈൽ സ്റ്റോൺ, ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിലേക്ക് എത്തിയിരിക്കും. അതിന് തുടങ്ങാനുള്ള ആദ്യത്തെ പാത്ത്, altar is the first step. Altar is the first step. Today we are going to learn something different about the altar. യാഗപീഠം എന്ന് പറഞ്ഞ കോമൺ ആയിട്ട് നമുക്കറിയാവുന്ന ഒറ്റ അറിവ് forgiveness of sin, പാപങ്ങളുടെ മോചനം, പാപങ്ങളുടെ മോചനം, അക്രമങ്ങളുടെ മോചനം, അതിക്രമങ്ങളുടെ മോചനം. ഈ ഒരു സെൻസിൽ മാത്രമാണ് നമ്മൾ യാഗപീഠത്തെ കുറിച്ച് പഠിക്കാറുള്ളത്. പക്ഷെ we mystics, we are going to take that word in a different layer. Okay, amen. Taking another layer, because we are going into the mystical root of the word. That is not allegorical truth, that is a perfect truth, hidden truth. So ഞാൻ ഇന്ന് ഇവിടെ ഈ ക്ലാസ്സിലുള്ള ദൈവമക്കളെ നോക്കി പരിശുദ്ധാത്മാവ് നൽകിയ ഒരു വേർഡ് ഞാൻ പറയാം. God is going to use you as a steward. ഇതൊരു prophetic word, steward of the mysteries of God. ദൈവിക മർമ്മങ്ങളുടെ കാര്യവിചാരകത്വം ദൈവം ചിലരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു ഇരവാണ് ഇരവ്. നിങ്ങൾ കാര്യവിചാരകന്മാർ ദാസന്മാർക്ക് കൂലി കൊടുക്കുക. അതായത് ദൈവിക ശുശ്രൂഷയിലെ ദാസ്യത്വത്തിൽ ഇരിക്കുന്നവർക്ക് ദൈവിക മർമ്മങ്ങളുടെ കലവറകളെ എടുത്ത് അവർക്ക് പകർന്നു കൊടുക്കുന്ന സ്റ്റുവേർഡുകളായി ഇവിടെ ചിലരെ ദൈവം മാറ്റാൻ പോകുന്നു എന്നൊരു പ്രൊഫറ്റിക് വേർഡ് കർത്താവിനോട് പറഞ്ഞു. ഇത് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ മേൽ അങ്ങനെ സംഭവിക്കാൻ പോവുകയാണ്. നിങ്ങൾക്കറിയുമ്പോൾ there is a power in the prophetic word. What is the meaning of prophetic word? The true prophecy is not a prophecy about the future. The true prophecy will create something when you hear it. നിങ്ങൾ കേൾക്കുന്ന മൊമെന്റിൽ ആ prophecy നിങ്ങളിൽ ചിലത് സൃഷ്ടിച്ചിരിക്കും. അടഞ്ഞ വാതിൽ തുറന്നിരിക്കും, ഇല്ലാത്ത റെവലേഷൻസ് ഓപ്പൺ ആക്കിയിരിക്കും. The prophetic word will create something, so receive it. God is going to use you as a steward for the mystery of God. ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരകന്മാരായി ദൈവം നിങ്ങളെ മാറ്റാൻ പോകും. നിങ്ങൾ ഈ കലവറയ്ക്കകത്ത് കയറി ഇതെടുത്ത് ഈ രാജ്യത്തെ ദൈവിക വേലക്കാർക്ക് കൊടുക്കാൻ പോകും. അങ്ങനെ ഒരു ഹയർ തലത്തിലേക്ക് ദൈവം നിങ്ങൾ, you are not going to be called as a servant, you are going to be called as a steward of the mysteries, because you are going to enter into the കലവറ, ദൈവത്തിന്റെ കലവറയ്ക്കകത്തേക്ക് നിങ്ങൾ പ്രവേശിക്കുകയാണ്. സോ ആൾട്ടറിൽ ആരംഭിക്കുകയാണ്. ദാറ്റ് ഈസ് ദ ഓൾഡ് പാത്ത്. ഓൾഡ് പാത്ത്.
കാരണം ഏൻഷ്യന്റ് കാലത്തെ വിശുദ്ധന്മാർക്ക് ആകെ അറിയാവുന്ന the first Arak method to enter into the destiny, that was altar. Listen, this is very important. That altar was not built not because of sin consciousness. Do not convey this message to anyone. ഒരു പൂർവപിതാവും യാഗപീഠം പണിതത് പാപത്തിന്റെ കുറ്റബോധത്തിലല്ല. ആമേൻ. ഇത് ഇച്ചിരി കഷ്ടപ്പാടാ കേൾക്കാൻ. അബ്രഹാം യാഗപീഠം പണിതത് പാപമോചനത്തിനല്ല, കുറ്റബോധത്തിലല്ല, പാപം ചെയ്തതിന്റെ പേരിലല്ല. ആമേൻ. അപ്പം ഇതിന്റെ അർത്ഥം ഇവർക്കാർക്കും പാപം ചെയ്തതിന്റെ പേരിൽ ഒരു യാഗം എന്നത് അറിയില്ല. പാപത്തിന് യാഗം ആവശ്യമെന്ന് പറഞ്ഞത് ന്യായപ്രമാണം വന്ന ശേഷമാണ്, ഏകദേശം 2000 വർഷത്തിന് ശേഷമാണ്. അപ്പൊ 2000 വർഷത്തിന് മുമ്പ്, ഓ കമോൺസ്, 2000 വർഷത്തിന് മുമ്പ് ഭൂമിയിൽ ഉണ്ടാക്കിയ യാഗപീഠങ്ങളെല്ലാം മറ്റേതോ ഒരു മാർമിക കാര്യത്തിന് വേണ്ടിയാണ് പടുത്തുയർത്തിയത്. Abraham, man of faith, is the man of the altar. Isaac, the man of the tent. Isaac, tent എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണം. tent, he is a man of meditation. Come on, നമ്മൾ പഠിക്കാം. ഫസ്റ്റ് മെഡിറ്റേഷൻ. കാരണം ഐസക് ആണ് ബൈബിളിൽ ആദ്യമായി ധ്യാനിച്ച മനുഷ്യൻ. ഹി ഈസ് ദ മാൻ ഓഫ് മെഡിറ്റേഷൻ. സോ ആരാണോ ദൈവകൂടാരത്തിൽ പ്രവേശിക്കുന്നത് അവർക്കുള്ള ആകെയുള്ള റെസ്പോൺസ്, ദേ ആർ ഗോയിങ് ടു മെഡിറ്റേറ്റ് ഗോഡ്. മെഡിറ്റേഷൻ. സോ ഞാൻ പിന്നെ വിശദീകരിക്കാം. ആ മെഡിറ്റേഷൻ കഴിഞ്ഞാൽ ഉടനെ പോകുന്നത് ജേക്കബിലേക്കാണ്. ജേക്കബ് വാസ് a man who prayed before God face to face. That is a contemplative prayer. യാക്കോബ് ഉറവയുടെ ആളാണ്. അദ്ദേഹം എവിടെ ചെന്നാലും ഉറവയാണ് അവരുടെ ലൈഫ് മാറ്റിയത്. ഓ come on. ഒരു കിണർ അവന്റെ ലൈഫ് മാറ്റി, അവന്റെ കുടുംബം മാറ്റി. അടുത്ത ഉറവ അവന്റെ ഫിനാൻസിനെ മാറ്റി. സന്തോഷമുണ്ട്, സ്തോത്രം ചെയ്യണം. അടുത്ത ഒരു അരുവി അവന്റെ പേര് മാറ്റി. യാബോക്കിന്റെ തീരം. എവിടെയെല്ലാം ഉറവയുണ്ടോ അവിടെയെല്ലാം യാക്കോബ് ചാലഞ്ച് ഉണ്ടാക്കി. അങ്ങനെങ്കിൽ കുറിച്ചു വെച്ചോ, ജീവജലത്തിന്റെ നദി വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന മൂന്നാമത്തെ സ്റ്റേജിലുണ്ട് ഇതിനകത്തിരിക്കുന്ന പലരും. That river is going to change your destiny. It's going to change your family. It's going to change your ministry. It's going to change your finance. It's going to change your business. Jacob is the man of the well. Receive the word. Jacob is the man of the well. So meditation will always lead us to well. That means springing forth. ജീവജലത്തിന്റെ നദി ഒഴുകാൻ തുടങ്ങും. ജീവജലത്തിന്റെ നദി ഒഴുകാൻ തുടങ്ങിയാൽ, കോണ്ടംപ്ലേറ്റീവ് പ്രയറിലേക്ക് ഒരാൾ പോയാൽ, the next position is he's going to touch the nation. He's going to touch the nations. He's going to touch the kingdom. The fourth revelation is not Joseph. Joseph directly entered into the kingdom of God. He became the ruler of the nation. That means ദൈവത്തിന്റെ ഏതനിലെ പർപ്പസിലേക്കുള്ള ഒരു യാത്രയാണ് ഈ 4 ശ്രേഷ്ഠന്മാർ. Somebody say hallelujah. Glory to God. എവിടെ സ്റ്റാർട്ട് ചെയ്തേ? ടെന്റ്. എവിടെ സ്റ്റാർട്ട് ചെയ്ത? ആൾട്ടർ. ഞാൻ ഒന്നുകൂടെ പറയാം. ആൾട്ടർ ലീഡ്സ് ടു tent. Meditation leads to contemplative prayer. That means prayer with God face to face. ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടു. അതിന്റെ അർത്ഥം ആ പ്രാർത്ഥന ദൈവത്തിന്റെ കൂടെ മുഖാമുഖമായി നിന്ന് ഞാൻ നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന prayer ആണ്. That prayer changed him. That is a contemplative prayer. Did you get me, brothers and sisters?
Once again, I want to repeat, this is so heavy. Abraham is the man of the altar, Isaac was the man of the tent, Jacob was the man of the well, and Joseph was the man of the kingdom of God. What is the old path? The first person, kingdom Allah. But a promise on that. Come on. What is the promise to Abraham? Ninakkum ninda santadikkum ee rajyam shashwathamayi tharum. Nation, kingdom. Kingdom on a promise. But he never entered into the promise directly. He took the old path. Oh, I feel the presence of the Holy Spirit. He never directly entered into the path. This is my nation. I'm going to take it now in the name of Jesus. Never. He never used the modern technique. He never entered into that promise directly. He used the old path. He used the ancient path. Brothers, listen. Devam tarunna oru promise vaangan, this is the four dimensions. Four dimensions. Altar is a dimension. Tent is another dimension. Contemplative prayer, another dimension. Entering into the kingdom is another dimension. Joseph is another dimension. I want to tell you, brothers and sisters, we are going to enter these all levels in the mighty name of Jesus. Abraham, the man of the tent. And I want to give you a powerful word. You know, Paul, he was a mystic. Paul was a mystic. Say amen. Around 23, 25 mystics are here. Mystics, you are the mystics. You know why I'm calling Paul a mystic? He is the man of mystery. Mystery never. Mystery. He is the man of the mystery. Or apostle mark mystery. Apostles always Jesus in a flesh. Oh, I want to tell you one thing. Fleshil kandadinekal 1000 madangu powerful aanu oral Yeshuvine ആത്മാവിൽ വെളിപ്പാടിൽ കണ്ട. ആമേൻ. ഒന്നുകൂടെ പറയാം. ഫ്ലഷിൽ ഒരാൾ യേശുവിനെ കണ്ടതിനേക്കാൾ 1000 മടങ്ങ് പവർഫുൾ ആണ് ഒരാളുടെ മുമ്പിൽ യേശു ആത്മാവിൽ വെളിപ്പെട്ടാൽ. ഫ്ലഷിൽ കണ്ട 12 പേര് ഒരാൾ പോലും സ്വർഗത്തിന്റെ മിസ്റ്ററിയെ തൊട്ടിട്ടില്ല. 3.5 വർഷം കൂടെ നടന്ന ഒരപ്പോസ്തലൻ സ്വർഗീയ മർമ്മത്തിന്റെ കലവറയിൽ കയറി സ്പർശിച്ചിട്ടില്ല. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിലിൽ തെരുവീതിയിൽ ആത്മാവിൽ കണ്ടവൻ ആത്മാവ് എത്തിച്ച ഇടങ്ങളിലെല്ലാം പോയി. തീർന്നില്ല. പുരാതനമായി ദൈവം സ്ഥാപിച്ചിരുന്ന അവിടുത്തെ രഹസ്യ അറയ്ക്കകത്തു പോയി അവിടെ ഒരു അപ്പോയിന്റ്മെന്റ് വാങ്ങിച്ചു, അവിടെ ഒരു ജോലി വാങ്ങിച്ചു. ദൈവിക മർമ്മങ്ങളുടെ കലവറയിലെ ജോലിക്കാരൻ പൗലോസ്. He was the steward of the mystery of God. Oh, I love it in the name of Jesus. Wow. Oh, Jesus. ഞാനിത് പറയുമ്പോൾ നിങ്ങളിൽ ഇത് സംഭവിക്കും പ്രിയരെ. ഇത് പഠനസ്ഥലമല്ല, ഇത് വചന പഠനമല്ല, ഇത് ദൈവത്തിന്റെ എൻകൗണ്ടർ. ഡയറക്റ്റ് നിങ്ങളിലേക്ക് ഇത് സംഭവിക്കാൻ പോവുകയാണ്. ദൈവിക രഹസ്യ കലവറകളുടെ താക്കോൽ ചിലരുടെ കരങ്ങളിൽ ഈ സന്ധിയിൽ ദൈവം പകരുകയാണ്. You are going to enter into the mysteries of God. You are going to enter into the mystical secret of God. Paul was a mystic. He saw the word in a different angle. ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, Abraham, Isaac, Jacob, Joseph. നമുക്കിത് 3 പേർക്ക് നമുക്കൊരു റെവലേഷൻ കിട്ടി. Altar, tent, well and the kingdom. You know, I believe the mystic Paul, he took another layer of that word. അദ്ദേഹം എടുത്ത another layer ഞാൻ വായിക്കാം. That is Romans chapter 8 verse 30. Romans verse 8 verse 30. Romans chapter 8 verse 30. I want to read it for you. Romans chapter 8 verse 30. It's a very familiar word. We know it well. Most of them are
that is a memorize the word. Okay. Listen, this is important. Moreover, മുൻനിയമിച്ചവരെ വിളിച്ചും മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. 4 levels of God's intervention. Predestination, calling, justification, and glorification. Paul knows the revelation, the ancient path. He knows it well. Abraham, Isaac, Jacob, and Joseph. Abraham was predestined. Isaac was called. Jacob was justified. Joseph was glorified. Abraham was predestined. Predestination. What is the meaning of predestination? Predestination means he foresee, chosen out of many. The choice is there. Where there is the choice of God, എവിടെ ദൈവത്തിന്റെ ചോയ്സ് ഉണ്ടോ, that includes the whole humanity. That's very important. Call is different from choice. Everybody's like, calling is individual. Choice is a mass, is universal. Jesus Christ was not a called one. Jesus was the chosen one. This is too heavy. Jesus is not called one. He was chosen one. The chosen one includes the whole humanity. Abraham was a chosen one. In him, all the families of the earth shall be blessed. So God saw the whole humanity in Abraham. Abraham was predestined. അബ്രഹാമിനെ മുൻനിയമിച്ചു, ഇസഹാക്കിനെ വിളിച്ചു. നിങ്ങൾ ലൈഫ് നോക്കിക്കേ, യാക്കോബിനെ നീതീകരിച്ചു. അടുത്ത ലെവലേഷൻ വന്നു, ഈ ജോസഫിനെ തേജസ്കരിച്ചു. തേജസ്കരിച്ചപ്പോൾ ടെന്റിൽ ആൾട്ടറിന്റെ മുമ്പിൽ ഇരുന്ന ജനറേഷന്റെ 4th ഡയമെൻഷൻ എത്തിയപ്പോ ഒരു രാജ്യത്തിന്റെ സിംഹാസനത്തിൽ ചക്രവർത്തിയുടെ റൈറ്റ് ഹാൻഡിലെത്തി. That is glorification. Jesus started from the altar and finished on the throne. These 4 revelations we can see in the life of Jesus Christ. This is a mind-blowing. I cannot preach all these things. It's so hard. Mabra Hashikatorbia. In the Old Testament, this is a four layers: altar, tent, well, and kingdom. And Jesus took all these 4 himself. He went to the altar. He went to the tent. ഒരിക്കലായി എന്നേക്കുമായി പ്രവേശിച്ചു കൂടാരത്തിൽ. He became the living water, and he became the king in the throne. And 4 layers ഒരുമിച്ച് ഹോൾഡ് ചെയ്യുന്ന ആളാണ് ക്രൈസ്റ്റ്. We are in Christ and we are the body of Christ. We are carrying these all 4 at the same time. So don't try to enter into the kingdom first. Let us go back to the ancient path. Let us ask our parent, our father, to do what is the secret of this glorification. And he will show us that he will show the altar. കുറച്ച് പഴയ കാട്ട് കല്ലുകളെ കൂട്ടി വെച്ച് ഉണ്ടാക്കിയ ആൾട്ടറിനെ ചൂണ്ടിക്കാണിച്ചു. That is the ancient path to enter into the union with God, to enter into the destiny of God, to enter into the purpose of God, to enter into the kingdom of God, to enter into the most glorious position. That is the way. That is the old wild stones. Is the old path, altar.
Can you say amen? Are you so excited? Enjoying the word? Brothers, I'm telling you, ഞാൻ സത്യം പറയാൻ നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഒറ്റ കാര്യമാണ്. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചോ, ഒരൊറ്റ വിഷയത്തിന്റെ 100 ലെയർ നിങ്ങൾക്ക് വെളിപ്പെടും. കൈൻഡ്ലി ഹോൾഡ് എ ജേണൽ വിത്ത് യു. ഒരു ജേണൽ കയ്യിൽ വെച്ചേക്കണം. പറയുന്നതല്ല, നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത് റൈറ്റ് ചെയ്തോ. അടുത്ത ജനറേഷന് ദൈവം കൊടുക്കാനുള്ള ചിലത് നിങ്ങളുടെ കരങ്ങളിൽ തരുന്ന ദിവസങ്ങളായി. ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ട്രൂത്തുകൾ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും മാത്രമുള്ളതല്ല, തലമുറകളിലേക്ക് കൈമാറേണ്ടതാ. തലമുറകളിലേക്ക് കൈമാറേണ്ടതാ. ഓ ഹല്ലേലൂയ. ആമേൻ. Abraham was predestined. Isaac was called. ഐസക്കിനെയാ വിളിച്ചത്. കോൾഡ് ഇൻഡിവിജ്വലാ. അതുകൊണ്ടാണ് ഏശാവിനെ കളഞ്ഞിട്ട് യാക്കോബിനെ ഇസ്മായിലിനെ മാറ്റിയിട്ട് ഇസ്ഹാക്കിനെ വിളിച്ചത്. അത് കഴിയുമ്പോൾ തന്നെ അടുത്ത ആളിനെ ജസ്റ്റിഫൈ ചെയ്ത്. ജസ്റ്റിഫിക്കേഷൻ എപ്പോഴും വരുന്നത് പോരാട്ടമുള്ളവൻ, പ്രശ്നക്കാരനാ. ജേക്കബിന്റെ ലൈഫ് ഭയങ്കര മിറക്കിൾ ലൈഫാണ്. നമ്മളതിലേക്ക് പിന്നെ പോകും. നമ്മൾ ഈ ഓരോ വ്യക്തികൾ എടുക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഇത് മനസ്സിലാക്കണം. പ്രീഡെസ്റ്റിൻഡ് Abraham, called Isaac, justified Jacob, glorified Joseph. നിങ്ങൾക്കറിയാമോ ഇതിനകത്ത് ജോസഫ് ഈസ് ദ ടൈപ്പ് ഓഫ് ക്രൈസ്റ്റ്. ഈ 4 പേരിൽ യേശു ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആരാണ്? ജോസഫ്. അത് യേശു ക്രിസ്തുവിന്റെ നിഴലാണ്. നിങ്ങൾക്കറിയാമോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തി മഹത്വീകരണത്തിന്റെ ഭാഗത്ത് നിൽക്കുക. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കൂ, പെന്തിക്കോസ്റ്റ് സമൂഹത്തിന്റെ 4ാം തലമുറയായത് ഞാൻ വിശ്വസിക്കുന്നു. ഇസ് ഇറ്റ് ട്രൂ? 4ാം തലമുറ. കാരണം പെന്റക്കോസ്റ്റൽ മൂവ്മെന്റ് തുടങ്ങിയിട്ട് 100 വർഷമായി. ഓൾമോസ്റ്റ് ദിസ് ഈസ് ദ 4th ജനറേഷൻ. നിങ്ങൾ കുറിച്ചു വെച്ചോ, this 4th generation is going to see the glory of God, and God is going to take a group of people out of this Pentecostal fully spirit filled group, and that generation is going to change the world, and they're going to change the Christians views, and they're going to change the circumstances of Christianity in India. ഇത് ബിബ്ലിക്കലി ഈ തലമുറയോടുള്ള ദൈവത്തിന്റെ ഡയറക്റ്റ് പ്രൊഫസിയ. നോട്ട് ഇറ്റ് ഡൗൺ. 4th generation is going to see the glory. ഈ ജനറേഷൻ അവരുടെ സ്യൂട്ട് തയ്ച്ചു കഴിഞ്ഞു. ഫറവോന്റെ കൊട്ടാരത്തിൽ ഇരിക്കാൻ, രാജസിംഹാസനങ്ങളിൽ ഇരിക്കാൻ, മഹിമയിൽ ഇരിക്കാൻ, രാജകൊട്ടാരങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, പൊളിറ്റിക്കൽ മേഖലകളെ സ്പർശിക്കാൻ, റൂളിംഗ് അതോറിറ്റിയെ സ്പർശിക്കാൻ God is rising a group of people. The 4th generation is going to see the glory of God. Altar. It's the most important thing. Amen. So, and this is a progressive revelation. Did you get me? Progressive means starting from an altar, entering into the tabernacle. Tabernacle എവിടെയാണ്? ഞാൻ ടാബർനാക്കിളിനെ കുറിച്ച് ഒരു വാക്ക് പറയാം. You know what is the main purpose of God? The main purpose of God about humanity is that we should come to the most holy place and union with God. അതിപരിശുദ്ധ സ്ഥലത്തിലെത്തി ദൈവത്തോട് ഒന്നാകണം. അതിന് വേണ്ടിയാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന്റെ തടസ്സമാണ് മുൻകൂടാരങ്ങൾ. മുൻകൂടാരം ഇരിക്കുന്നിടത്തോളം കാലം അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം സാധ്യമല്ലെന്ന് പൗലോസ് പറയാൻ കാരണം എന്താ? സിസ്റ്റം, ഇൻസ്റ്റിറ്റ്യൂഷണൽ സിസ്റ്റം, റിലീജിയസ് സിസ്റ്റം നമ്മെ മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് വിടാതിരിക്കുക. But we people are going to bypass this institutional system and orthodox doctrinal things
And we are going to bypass these old institutions and we are going to directly enter into the most holy place. അവിടെയാണ് മണിയറ. ഓ, മണിയറ പച്ചയ്ക്ക് പറഞ്ഞാൽ മനസ്സിലായി. മണിയറ. ഈ മണവാട്ടി സഭ ചുമ്മാതെ മണവാളനെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. അപ്പം മണവാട്ടി സഭ മണവാളന്റെ അടുക്ക പോകേണ്ടത് മോസ്റ്റ് ഹോളി പ്ലേസ്. മോസ്റ്റ് ഹോളി പ്ലേസിലാണ് നവജീവൻ. ഞാൻ ഒരു കാര്യം പറയാം. ഈ ബൈബിളിലെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് രഹസ്യമായിട്ട് കൊടുക്കണം. അപ്പൊ രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും എന്നൊരു വാക്യമുണ്ട്. പ്രതിഫലം. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഇത് വലിയൊരു വാക്കാണ്, ഇത് നിങ്ങൾക്ക് ഇന്നൊരു ഡൈനാമിറ്റ് പോലെ കേൾക്കാൻ പോകും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ചോണം. എന്തിനാ വാതിലടയ്ക്കുന്നേ? അറ എന്ന് പറയുന്നത് എവിടെന്ന് പറയുമോ? സീക്രട്ട് ചേംബറാ. അതിനെ മണിയറ എന്നാ പറയുന്നത്. മണിയറ. പ്രാർത്ഥന മണിയറയിലേക്കുള്ള പ്രവേശനം. തെളിയിക്കാം. അവിടെ പറയുന്നു, നിങ്ങൾ വാതിലടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പ്രാർത്ഥിക്കണം. അപ്പൊ പിതാവ് നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ മറുപടി തരുമെന്നല്ല. ലിസൺ 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 ലിസൺ. പ്രാർത്ഥനയ്ക്ക് മറുപടിയല്ലേ വേണ്ടത്. പക്ഷെ ഇന്നർ ചേംബറിലെ പ്രാർത്ഥനയ്ക്ക് മറുപടി അല്ല വരാൻ പോകുന്നത്, മറിച്ച് പ്രതിഫലം തരും. പ്രാർത്ഥനയ്ക്ക് മറുപടിയോ പ്രതിഫലമോ? പ്രതിഫലം റിലേഷൻഷിപ്പിന്റെ റിസൾട്ടാണ്. അവിടെ പ്രതിഫലം എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അരാമിക് പദത്തിന്റെ അർത്ഥം, ഞാൻ നിങ്ങളെ പുഷ്പിപ്പിച്ച് നിങ്ങൾക്ക് കായ് ഉണ്ടാക്കി ആ കായിൽ ഫലത്തെ പൂർത്തിയാക്കി നിങ്ങളെ ഫലമുള്ള കൊമ്പാക്കി മാറ്റുമെന്ന. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ബാരനായിട്ട് അകത്തോട്ട് പോകും, നിങ്ങൾ ഒരു ബേബിയുമായി പുറത്തു വരും. കരങ്ങൾ അടിക്കാൻ പറ്റുമെങ്കിൽ അടിച്ച് സ്തോത്രം ചെയ്തു. എന്ന് പറഞ്ഞാൽ മണിവാളന്റെ കൂടെ മണിയറയ്ക്കകത്ത് പ്രവേശിച്ചാൽ നിങ്ങൾ കാറും വാങ്ങിച്ചോണ്ട് പുറത്തു വരുന്നല്ല, ബേബിയെ വാങ്ങിച്ചോണ്ട് പുറത്തു വരുമെന്ന. നിങ്ങൾ എല്ലാവരും ഇവിടെ അക്ഷരാർത്ഥത്തിൽ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നമുക്ക് തുള്ളിച്ചാടി ആരാധിച്ച് നൃത്തം ചെയ്യാമായിരുന്നു. അപ്പൊ പപ്പ പറഞ്ഞതറിയോ, കാട വന്നിട്ട് വാതിലടക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ മണവാളനും മണവാട്ടിയും ആദ്യം മുറി കയറിയാൽ ആദ്യം ചെയ്യുന്ന വാതിലടയ്ക്കും. കാരണം അവരുടെ ബന്ധം ആരും അറിയാൻ പാടില്ല. നിങ്ങളും ദൈവവും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആരും അറിയാൻ പാടില്ല. ഒരു മണിയറയിലേക്കുള്ള വിളിയ പ്രാർത്ഥന എന്ന് പറയുന്നത് മണിയറയിലേക്കുള്ള നിങ്ങളുടെ ഇൻവിറ്റേഷൻ ആണ്. അവിടെ നിങ്ങളും നിങ്ങളുടെ ദൈവവും ആത്മാവിൽ ഒന്നായി മാറുകയാണ്. ഒന്നുമില്ലാതെ അകത്ത് കയറുന്ന നിങ്ങൾ പുഷ്പിച്ചവരായി, ഫലമുള്ളവരായി, ഫലം കായ്ച്ചവരായി നിങ്ങൾ പുറത്തേക്ക് വരാൻ പോവുകയാണ്. നിങ്ങൾ ഒരു ഉണങ്ങിയ ആളായിട്ട് അകത്തു പോകും. നിങ്ങൾ കരങ്ങളിൽ ഒരു സന്തതിയുമായി പുറത്തേക്ക് വരും. കാരണം നിങ്ങളുടെ പ്രാർത്ഥന അകത്ത് നിങ്ങൾ ദൈവത്തോട് യൂണിയനാകുകയാണ്. ഇത് മാത്രം ചിന്തിക്കും, നിന്റെ തലയിൽ 1000 വെളിപ്പാട് ദൈവം ഇന്ന് ഉദിക്കാൻ പോവുക. നിനക്ക് സൂര്യൻ ഉദിക്കുന്ന രാത്രിയായി. നീ മുറിക്കകത്ത് നീ പ്രാർത്ഥിക്കാൻ കയറുമ്പോൾ നിനക്ക് പ്രാർത്ഥനാ വിഷയമില്ല. നീയും നിന്റെ ദൈവവും കൂടെ ഒന്നാകാൻ പോവുക. സീക്രട്ടാണ്, ഇത് രഹസ്യമാണ്. ഇത് പുറത്തുള്ളവൻ കാണാൻ പറ്റത്തില്ല, ഇത് മറ്റൊരുത്തരും കാണാൻ പാടില്ല. ഇത് രഹസ്യമാണ്. ഞങ്ങൾ ഒന്നാകുന്നത്, ഞങ്ങളും ദൈവവും ഒന്നായിരിക്കുന്നത്, ആ റിലേഷൻഷിപ്പ് നോബഡി നോസ് ഇറ്റ്. രഹസ്യത്തിൽ കാണുന്ന പിതാവ് നിങ്ങൾക്ക് പ്രതിഫലം തരും. ഈ ഒരു സബ്ജക്റ്റ് മാത്രം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈഫ് മാറാൻ പോവുക. ആരൊക്കെ അകത്ത മുറിക്കകത്ത് കയറിയിട്ടുണ്ടോ അവരെല്ലാവരും ഫലമുള്ളവരായിട്ടാണ് പുറത്തു വന്നത്.
ദൈവവുമായിട്ട് ഒറ്റയ്ക്ക് സമയം ചെലവിട്ടവരുടെ എല്ലാം കയ്യിൽ ശുശ്രൂഷ എന്ന തലമുറയുണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ നമ്മുടെ ക്ലാസിന്റെ തുടക്കത്തിൽ there are 3 kinds of ministry: the ministry of the Father, the ministry of the Son, and the ministry of the Holy Spirit. The Old Testament saints, they were walking with God, and they were united with God, they were union with God. They got the ministry of the Father. പിതാവിന്റെ ശുശ്രൂഷയെ സ്വീകരിച്ചത്. പിതാവിന്റെ ശുശ്രൂഷയെ തൊട്ടവരെല്ലാം ചെങ്കടലിനെ രണ്ടാക്കി, യോർദാനെ രണ്ടാക്കി. ഓ കം ഓൺ. ശത്രുവിനെ അന്ധന്മാരാക്കി, ഇല്ലാത്ത ഉറവയെ തുറന്നു, പാറയിൽ നിന്ന് വെള്ളത്തെ പുറപ്പെടുവിച്ചു, മാറയിലെ വെള്ളത്തെ മധുരമാക്കി. ഒരു രാജ്യത്തെ 10 ദേവന്മാരെ, മിഥ്യാമൂർത്തികളെ അവിടെ വെച്ച് വെറും വടി കൊണ്ട് ശിക്ഷിച്ചു. മോശയുടെ ശുശ്രൂഷ പിതാവിന്റെ ശുശ്രൂഷയാണ്. പിതാവിന്റെ ശുശ്രൂഷയാണ്. വർഷം കുറച്ച് കഴിഞ്ഞപ്പോ പുത്രൻ വന്നിട്ട് അടുത്തൊരു മിനിസ്ട്രി ഇൻട്രൊഡ്യൂസ് ചെയ്തു. That is fivefold ministry: apostles, prophets, evangelists, pastors, and teachers. There are the 5 gifts to the church. This is a Christ ministry to build up the church up to the head. ക്രിസ്തു എന്ന തലയോളം സകലരെയും വളർത്താൻ പരിശുദ്ധാത്മാവ് യേശുവിന്റെ സ്വർഗാരോഹണത്തിന് ശേഷം ഭൂമിയിലേക്ക് വന്നു. He started a ministry with 9 gifts of the Holy Spirit. 9 gifts. But gifts of the Holy Spirit is the ministry of the Holy Spirit. Leadership is the ministry of Jesus. Signs and wonders is the ministry of the Father. This is a very good news. Listen, Jesus, Holy Spirit, when the Holy Spirit comes, he will talk about me. When you come to me, I'll talk about the Father. പരിശുദ്ധാത്മാവ് വന്നാൽ പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ച് ഓർമ്മപ്പെടുത്തും. നിങ്ങൾ എന്റെ അടുക്കൽ വന്നാൽ ഞാൻ നിങ്ങളെ പിതാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ നിങ്ങൾക്ക് ഗിഫ്റ്റ്സ് തരുന്നത് എന്തിനാ? Every gifted person, listen to me, that gifts is going to lead you to the ministry of Jesus. The ministry of Jesus Christ is lead you to the ministry of the Father. This generation is going to witness that ministry. Multiplication, creative miracles, authority over the nature, dividing the sea, rising the dead. Rising the dead is not the ministry of the Holy Spirit. Rising the dead is the ministry of the Father God. Because there is no such ministry in the 9 gifts of the Holy Spirit. നിങ്ങൾക്ക് പിടികിട്ടിയോ? 9 വരങ്ങളിൽ മരിച്ച ശവത്തെ ഉയർപ്പിക്കുന്ന ഒരു മിനിസ്ട്രി ഇല്ല. Don't feel bad, don't misunderstand me. I believe both these 3 persons are one, but we are teaching, we are learning this to understand all these things. നമ്മൾ ഇത് 3ലേക്ക് പോകും. അതായത് ഈ ട്രയൂൺ റെവലേഷന്റെ ടോട്ടാലിറ്റിയിലേക്ക് എത്തുമ്പോഴേ നമുക്ക് പിതാവിന്റെ ഹാർട്ട് മനസ്സിലാകത്തുള്ളൂ. Amen. I want to tell you, brother, that's why Jesus said, when you pray go to the chamber, unite with the Father, enjoy the Father. Oh, come on, somebody say amen. Enjoy the Father, enjoy it with full emotion, and be pregnant with the ministry, and come out with the baby. That is a praise chamber. That is reward. Reward is the result of relationship. Result. പ്രാർത്ഥനയുടെ മറുപടി, answer of prayer, is a result of prayer, supplication. പ്രാർത്ഥനയുടെ മറുപടി വേണോ, പ്രാർത്ഥനയുടെ പ്രതിഫലം വേണോ? Listen, when you pray, God will never change. When you pray, nations will never change. When you pray, you will be changed.
When you pray, your family will not change, nations will not change. I'm telling transformation. When you pray, you will be changed. When you change, you can change everything. മനസ്സിലായ? മറുരൂപമലയിൽ യേശു പ്രാർത്ഥിച്ചു. യേശു പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ ഭാവം മാറി, അവൻ രൂപാന്തരപ്പെട്ടു. പ്രാർത്ഥിച്ചപ്പോഴാണ് അവൻ മാറിയത്. അവൻ മാറി, കൂടുള്ളവരെ മാറ്റി. Did you get me? Every mystic listen to me, every saint listen to me. When you are enter into prayer, when you are enter into the altar, when you are enter into the prayer life, God will change you. When God change you, God will ninne deivam mattiyal, you can change your family, change your ministry, change your nation, change your society. God will never change anything through the prayer. God will change everything through you. That's prayer. Prayer is a most powerful and glorious thing. Don't forget that. Okay. So നമ്മൾ അബ്രഹാമിനെ നോക്കി. Abraham, Isaac and Jacob and Joseph. Don't forget this. ഈ റല നിങ്ങൾ മറക്കണം. ഇത് നിങ്ങളുടെ മൈൻഡിൽ ഇരിക്കണം. ഡോണ്ട് ഫോർഗെറ്റ് ദിസ് മെസ്സേജ്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറയാം. ഇത് നിങ്ങൾ എവിടെ നിങ്ങൾ കൊണ്ട് ഇത് പറഞ്ഞാലും ഡൈനാമിക് മാറ്റങ്ങൾ സംഭവിക്കാൻ പോകും. കാരണം ഇതൊരു ബൈബിൾ സ്റ്റഡി അല്ല. ഇത് കർത്താവ് നമുക്ക് അനദർ ലെയർ ഓപ്പൺ ആക്കി തരിക. The predestined one, the called one, and the justified one, the glorified one. Church is sticking on justification. Do you believe that? Church in എവിടെ നിൽക്കുന്ന അറിയോ? Listen, this is very important. Church, മാർട്ടിൻ ലൂതറിന്റെ കാലം മുതൽ സഭ ജസ്റ്റിഫിക്കേഷനിലാണ് നിൽക്കുന്നത്. എന്നിട്ട് ചർച്ച് വിശ്വസിച്ചിരിക്കുന്നു glorification is after death. That is the biggest lie in the Christianity today. Glorification is not after death. Glorification is before death. If you are glorified, you will never enter into death. നീ മരണത്തെ തോൽപ്പിക്കുന്നതാണ് ഗ്ലോറിഫിക്കേഷൻ. മരണത്തിന് ശേഷമുള്ളതല്ല ഗ്ലോറിഫിക്കേഷൻ. നിങ്ങൾക്കറിയാമോ, മാർട്ടിൻ ലൂതർ ലോട്ട് ഓഫ് തിങ്സ്, ഒരുപാട് നല്ല കാര്യം ചെയ്തു, പക്ഷെ ഒരുപാട് പ്രശ്നം ചെയ്തു. മാർട്ടിൻ ലൂതർ യൂസ്ഡ് ദ ലോ അഗൈൻസ്റ്റ് ദ കാത്തലിക്. പോൾ യൂസ്ഡ് ദ ലോസ് അഗൈൻസ്റ്റ് ദ ജൂസ്. മാർട്ടിൻ ലൂതർ ന്യായപ്രമാണത്തെ കത്തോലിക്കർക്കെതിരെ ഉപയോഗിച്ചു. പോള് കത്തോലിക്കർക്കെതിരെ അല്ല ന്യായപ്രമാണം ഉപയോഗിച്ചത്. പോള് ഏത് സന്ദർഭത്തിലാണ് ലോ ഉപയോഗിച്ചത്, അതല്ല മാർട്ടിൻ ലൂതർ ഉപയോഗിച്ചത്. മാർട്ടിൻ ലൂതറിന്റെ നവോത്ഥാനത്തിലൂടെ ചർച്ച് വന്ന് ഒരു സ്റ്റേഷനിൽ സ്ട്രക്കപ്പ് ആയി. ദാറ്റ്സ് ദ സ്റ്റേഷൻ ഓഫ് ജസ്റ്റിഫിക്കേഷൻ. I'm telling you, brothers, even today 99% of the church is already confused about justification. They do not know actually what is justification. They are trying their level best to understand what is justification. അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. പക്ഷെ now God is rising us to യാത്ര. ഇനി നമ്മൾ ബാക്കപ്പ് ചെയ്യണം. നമ്മൾ ഈ സ്റ്റേഷനിൽ നിന്ന് ബാക്ക് പാക്ക് ചെയ്യണം. പാക്കപ്പ് ചെയ്തോ? കർത്താവ് ഇന്ന് എന്നോട് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങളോട് പറഞ്ഞ പാക്കപ്പ്. ജസ്റ്റിഫിക്കേഷനിൽ നിന്ന് ഗ്ലോറിഫിക്കേഷനിലേക്ക് പോകാൻ ടൈമായി. ഇത് മരണത്തിന്റെ സമയത്തല്ല സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ തലമുറയിൽ സംഭവിക്കണം. ജോസഫിന്റെ ജനറേഷൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ വളരുകയാണ്. ഓ അബ്രഹാമേ, നീ പണിത ആൾട്ടറിന്റെ റിസൾട്ട് നീ പ്രാപിക്കാൻ പോവുക. ഐസക്കെ, നീ ടെന്റിൽ ചെലവാക്കിയ ധ്യാനത്തിന്റെ റിസൾട്ട് നീ കാണാൻ പോവാ. യാക്കോബെ, നീ കിണറിന്റെ കരയിലും നദിയുടെ വക്കിലും യുദ്ധം ചെയ്ത് പ്രാപിച്ചത് വെറും ആടുമാട് ഒട്ടകമല്ല, അതിന്റെ റിസൾട്ട് നീ കാണാൻ പോവുകയാണ്. The fourth generation is going to step into the glorification. The Bible says the sons of God,
is going to be manifest. The creations are waiting for the manifestation of the sons of God. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി കാത്തിരിക്കും. This is a very hard one. I'm justified. The next one, I need to be glorified. Glorification is the position of the kingdom, the establishment of the kingdom, the authority of the kingdom. And the expansion and the establishment of the kingdom. We are going to learn. Okay. നമുക്ക് അബ്രഹാമിന്റെ ആൾട്ടർ മാത്രം 9 റെവലേഷൻസ് ഉണ്ട്. 9 റെവലേഷൻസ്. It's very hard. അത്യാവശ്യമുള്ളത് പറയാം. ഇന്നൊരെണ്ണം പറയാം. ബാക്കി കുറച്ച് നിങ്ങൾക്ക് അസൈൻമെന്റ് തരാം. കാരണം നിങ്ങൾ ഭയങ്കര ലേയേഴ്സ് ഓപ്പൺ ആക്കാൻ പരുവത്തിൽ നിൽക്കുക. God will bless you. God will use you. And God will open the doors to understand all the revelations. നമുക്കറിയാം altar was the first place of sacrifice. നമുക്കറിയാം sacrifice. altar എന്ന് കേൾക്കുമ്പോൾ ഉടനെ എന്താണ്? sacrifice. That is the അത് actually they were not sacrificed before God, not for sin. They 2000 years Abraham, Isaac, Jacob, എല്ലാരും എടുത്തോ. ഇവർക്കാർക്ക് നോഹ യാഗം ഉണ്ടാക്കി, യാഗപീഠം പണിതു. That is not for sin. Then for what? They built the altar and they sacrificed not for the sin consciousness, not for their sin, but for the fellowship with God. That was their ancient path. അവർക്ക് വേറെ വഴി അറിയൂല. അവര് കണ്ട ഏറ്റവും വഴി sacrifice was the first way to have fellowship with God. ഇത് ഞാൻ എങ്ങനെ വന്നേന്ന് പറയാൻ പോയാൽ ഇന്നത്തെ ക്ലാസ് അവിടെ തീരും. ഇത് വന്നത് ഏദനിൽ നിന്നാണ്. കാരണം ഏദനിൽ യാഗം ദൈവത്തിന്റെ ആവശ്യമല്ല. നോട്ട് ദ പോയിന്റ്. ക്രിസ്തീയ സമൂഹത്തിലെ ഏറ്റവും വലിയൊരു സബ്ജക്റ്റാ രക്തം ചിന്താതെ വിമോചനമില്ല. എന്റെ പുത്രന്റെ രക്തം ചിന്തി ദൈവം സകലമാനവരാശിയുടെ പാപവും ക്ഷമിച്ചു. രക്തം കാണാതെ ക്ഷമിക്കത്തില്ല ദൈവം. നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ ഈ സബ്ജക്ട് ഇതായി സ്ട്രിക്കൻ ബൈ ഗോഡ് എന്ന് പറയുന്ന സബ്ജക്ട് ഉണ്ട്. അത് ഞാൻ 1 മാസം കൊണ്ട് പഠിപ്പിക്കാം. എല്ലാ ദിവസവും ക്ലാസ്സാ. 1 മാസം അത് എല്ലാ ദിവസവും ക്ലാസ്സിൽ കയറിയേ പറ്റും. ഇതുപോലെ ഉഴപ്പി കാഴ്ച 2 ക്ലാസ് പറ്റത്തില്ല. അതും പവർഫുള്ളാ. അത് പവർഫുൾ എന്ന് പറഞ്ഞാൽ തെളിവ് പറയാം. ഉദാഹരണം പറയാം, നിങ്ങൾക്ക് സന്തോഷ വാർത്ത പറയാം. നിങ്ങൾക്കറിയാമോ ഈ ബൈബിളിലെ 7 ഉത്സവങ്ങളുണ്ട്. ആ 7 ഉത്സവം യേശുവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇല്ലേ? പെസക യേശുവിന്റെ കാലുകറി, ആദിപലക്കറ്റ പെരുന്നാൾ യേശുവിന്റെ ഉയർപ്പ്, പുളിപ്പില്ലാത്ത പെരുന്നാൾ എന്തുവാ? പെന്തിക്കോസ് പെരുന്നാള്. പെന്തിക്കോസ് എന്താന്ന്? കർത്താവിന്റെ പുനരാഗമൻ. അല്ല സോറി, പെന്തിക്കോസ് പരിശുദ്ധാത്മാവിന്റെ വരവ്. പിന്നെ അത് കഴിഞ്ഞപ്പോ തന്നെ എല്ലാം തീർന്നു. ഇപ്പൊ പെന്തിക്കോസിലാണ് നിൽക്കുന്നത്. അങ്ങനെ ആദ്യം ചോദ്യം, ഈ മഹാപാപ പരിഹാര ദിവസം ഏതാ? അതിന് വരാനിരിക്കുന്നേ ഉള്ളൂ. ചിന്തിക്ക്, ബുദ്ധിയുള്ളവർ ചിന്തിക്ക്. മഹാപാപ പരിഹാര ദിവസം ഇനി എന്ന് വരും? അത് ഇതുവരെ നടന്നിട്ടില്ലേ? ഒരിക്കലായി എന്നേക്കുമായി കൂടാരത്തിനകത്ത് പ്രവേശിച്ചാൽ
മഹാപാപ പരിഹാര ദിവസമല്ലേ മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ പ്രവേശിക്കുന്നത്. യേശു ഒരിക്കലായി പ്രവേശിച്ചെന്ന് പറഞ്ഞില്ലേ, എപ്പോഴാണ് അത് പ്രവേശിച്ചത്? കൂടാര പെരുന്നാൾ അതെപ്പോഴാ? കാഹളധ്വനി പെരുന്നാൾ എപ്പോഴാ? ശരി, നമുക്ക് വഴക്കു കൂടാതിരിക്കാൻ വേണ്ടി കാഹളത്തെ വിട്, എന്നേലും കാഹളം ധ്വനിക്കട്ടെ. സ്തോത്രം. ബാക്കി ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യും? അവരിന്ന് എപ്പോഴാണ് സംഭവിക്കും? ഈ മഹാപാപ പരിഹാരം എന്ന് ആലോചിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? ക്രൂശിലേശു എല്ലാം ചെയ്തു, പെന്തിക്കോസിൽ പരിശുദ്ധാത്മ വന്നു. ഈ മഹാപാപ പരിഹാര ദിവസം എന്ന ഉത്സവം എപ്പോൾ യേശുവിന് സംഭവിച്ചു? ഇതിന്റെ മറുപടി ഇന്ത്യയിലെ ഒരു ക്രൈസ്തവ സമൂഹത്തിലെയും അറ്റോൺമെന്റ് തിയറിയിൽ ഇല്ല. ആർക്കും അത് വിശദീകരിക്കാൻ പറ്റില്ല. അത് വിശദീകരിക്കണമെങ്കിൽ കുരിശിനെ കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറിയേ പറ്റത്തുള്ളൂ. ഞാൻ അതുകൊണ്ട് പറഞ്ഞത് അത് ദാറ്റ് ഈസ് അനദർ സബ്ജക്ട്. ഐ കനോട്ട് ഗോ ഇൻ ഡീപ്പ്. പക്ഷെ ഞാൻ തിരിച്ചു വരാൻ പോവാ, ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പോവാ. സാക്രിഫൈസ് ഈസ് നോട്ട് ഫോർ ഗോഡ്, സാക്രിഫൈസ് ഈസ് ഫോർ മാൻ. ദൈവത്തിന് യാഗത്തിന്റെ ആവശ്യം ഇല്ല. ഒരു ആമേൻ പറയുമോ? ഒന്നുകൂടെ പറയാം. അതായത് നമ്മൾ ഒരു വീടിന്റെ അകത്തും പുറത്തും വാതിലും, അല്ല അകത്തുനിന്ന് പൂട്ടാൻ പറ്റും, പുറത്തുനിന്ന് പൂട്ടാൻ പറ്റും. ഞാൻ ഈ പറയുന്നതൊക്കെ ഉദാഹരണമാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൽ അടുത്ത ദിവസങ്ങളിൽ വരും. അപ്പൊ ഞാൻ ചോദിക്കും. അപ്പൊ ഈ തലയൊക്കെ ആട്ടിക്കൊണ്ടിരിക്കണം. അകത്തുനിന്ന് തുറക്കണമെങ്കിൽ പുറത്തും തുറക്കണേ, താക്കോലിട്ട് തുറക്കണം. അകത്തുനിന്ന് തുറക്കണമെങ്കിൽ ജസ്റ്റ് ആ കൊളുത്തിങ്ങനെ മാറ്റിയാൽ മതി. സാക്രിഫൈസ് ഏത് കൊളുത്തിന് തുറക്കാനുള്ളതാണ്? സാക്രിഫൈസ് ക്രൈസ്തവ സമൂഹം വിശ്വസിച്ചിരിക്കുന്നത് ദൈവം അടച്ച വാതിൽ ദൈവം തുറക്കാൻ വേണ്ടിയാണ് യാഗമെന്നാണ് ക്രിസ്ത്യാനിയുടെ വിശ്വാസം. അല്ല. കമോൺ, ഞാൻ ഇത് പറഞ്ഞിട്ട് ആഴം നിങ്ങൾക്ക് മനസ്സിലാക്കണേ കുറച്ചുകൂടെ കഴിയും. സാക്രിഫൈസ് പുറത്തുനിന്ന് തുറക്കാനുള്ളതല്ല. സാക്രിഫൈസ് അകത്തുനിന്ന് നമ്മൾ തുറന്ന് ആ പോർട്ടലിലേക്ക് എൻ്റർ ചെയ്യാനുള്ളത്. സാക്രിഫൈസ് ദൈവത്തിന് എൻ്റെ അടുക്കിലേക്ക് വരാനുള്ളതല്ല. സാക്രിഫൈസ് എനിക്ക് ദൈവത്തിന്റെ അടുക്കിലേക്ക് പോകാനുള്ളത്. സാക്രിഫൈസ് ദൈവത്തിന്റെ ഡിമാൻഡ് അല്ല. സാക്രിഫൈസ് വീണുപോയ എൻ്റെ മനസാക്ഷിയുടെ ഡിമാൻഡാണ്. ആദമിനെ സൃഷ്ടിച്ചു, അങ്ങനെ വീണു. ദൈവം അവന്റെ അടുക്കലേക്ക് ഓടി വന്ന്, നമുക്കറിയാം, ഞാൻ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ദൈവം കരഞ്ഞു. ആദമേ നീ എവിടെയാണെന്നുള്ള ചോദ്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? മിസ്റ്റിക്സിനെ ഏറ്റവും കൂടുതൽ അറിയേണ്ടിട്ടത്, ആദമേ നീ എവിടെയാണെന്ന് ചോദിച്ചതിന്റെ അർത്ഥം, ആദമേ ഓ എന്ന് വെച്ച് കരഞ്ഞോ. ദൈവത്തിന്റെ കരച്ചിലിന്റെ ഒച്ചയാണ് ആ തോട്ടത്തിൽ കേട്ടത്. ദൈവം നിലവിളിച്ചു, ആദം ഒളിച്ചു. ദൈവമല്ല ഒളിച്ചത്, ആദമ ഒളിച്ചത്. ദൈവം ഇനി അവന്റെ അടുക്ക വരണമെങ്കിൽ അവന്റെ ധൈര്യം ഉണ്ടാവണം. അവന് ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യം അവന് ഉടുപ്പുണ്ടാക്കി കൊടുത്തത്. ആ ഉടുപ്പുണ്ടാക്കിയപ്പോൾ അവന് ദൈവം എന്ത് ചെയ്തൊരു മൃഗത്തെ അറുത്തു. ആ മൃഗത്തെ അറക്കുന്ന ആ ആദിലിൽ നിന്നാണ് യാഗം എന്ന ചിന്ത മനുഷ്യന്റെ മനസാക്ഷി വന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ സാക്രിഫൈസ് ദൈവത്തിന്റെ പദ്ധതിയിലല്ല. ബൈബിളിൽ ഇഷ്ടം പോലെ വാക്യമുണ്ട്. ഞാനൊരു കാര്യം പറയാം. ദൈവത്തിന്റെ ഹൃദയത്തെ അറിഞ്ഞ എല്ലാ ദൈവദാസന്മാരും, ദൈവത്തിന്റെ ഹൃദയം അറിഞ്ഞ മുഴുവൻ ദൈവദാസന്മാരും ബൈബിളിൽ പറഞ്ഞൊരു പ്രഖ്യാപനമുണ്ട്: ഹനനയാഗം നിനക്ക് ഇഷ്ടമല്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല.
അതായത് ദൈവഹൃദയവുമായിട്ട് ഹാർമണിയസ് ഹാർട്ടുള്ള ഒറ്റയാളും നീ യാഗത്തിൽ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞത്. യേശു പിതാവായ ദൈവത്തിന്റെ പുത്രൻ, പിതാവിന്റെ ഹൃദയം പറഞ്ഞ ഏറ്റവും വലിയ ആളാ യേശു. ആ യേശു പ്രൊഫറ്റിക്കലി ഇങ്ങനെ പറഞ്ഞു, യാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, ഹനനയാഗം നീ ഇച്ഛിച്ചില്ല, ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദമില്ല, ഒരു ശരീരം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? Every person, those who know the heart of God, they will come to a conclusion that sacrifice is not the demand of God. Sacrifice is the demand of the fallen conscience of man. So we people, we are going to see the cross in a different way. കുരിശിനെ നാം മറ്റൊരു നിലയിൽ കാണുകയാണ്. ശരി, ഞാൻ അതിലേക്ക് പോകുന്നില്ല, പോയാൽ എനിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു നിർത്തുന്നത്, സാക്രിഫൈസ് ഇസ് നോട്ട് ദ ഡിമാൻഡ് ഓഫ് ഗോഡ്. ഗോഡ് നെവർ ഡിമാൻഡ് സാക്രിഫൈസ്. ദൈവത്തിന് ബ്ലഡ് അല്ല വിഷയം. ആമേൻ. I am not neglecting the blood of Jesus. I am not neglecting the blood. I am not neglecting it. Blood is the perfect one. We are purchased by the blood. We know what is the meaning of the blood. I am not neglecting it. I am cleansed by the blood. I am redeemed by the blood. I am purchased by the blood. That's the truth. That is another truth. I cannot explain these all things now. ഞാൻ പറഞ്ഞല്ലോ ഫെലോഷിപ്പ്. നിങ്ങൾക്കറിയാമോ, ദൈവം യാഗത്തെ കുറിച്ചുള്ള കൽപ്പനകൾ ലേവ്യ പുസ്തകത്തിൽ കൊടുക്കുമ്പോൾ ദൈവം പറഞ്ഞു, നല്ല പണമുള്ളവര്, ഇഷ്ടംപോലെ കാശുള്ള ആളുകള് ഒരു പശുക്കിടാവിനെ കൊണ്ടുവരണം, ആ കാളക്കിടാവിനെ കൊണ്ടുവരണം. കാളക്കിടാവിന് ഒരു 2 ലിറ്റർ ബ്ലഡെങ്കിലും കാണും മിനിമം. അത്രയും പൈസ ഇല്ലാത്ത ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവരണം. ആട്ടിൻകുട്ടിക്ക് എന്തായാലും ഒരു 50, 100, 500 മില്ലിയെങ്കിലും കിട്ടും ഇല്ലേ? 1/2 ലിറ്റർ ബ്ലഡെങ്കിലും കിട്ടും. അതിന് നിവൃത്തിയില്ലാത്ത കാട്ടുപ്രാവിനെ കൊണ്ടുവന്നത്, കുറുപ്രാവിനെ കൊണ്ടുവന്നു. കുറുപ്രാവിന് എത്ര രക്തം കിട്ടും? 10 തുള്ളി കിട്ടും. അപ്പൊ അതിനകത്ത് ബ്ലഡിന്റെ ക്വാണ്ടിറ്റിയാണ് ഇവിടുത്തെ വിഷയം. ചെക്ക് ഇറ്റ്. ലാസ്റ്റ് പറയാ, കാളെ കിട്ടിയില്ല, പശുവിനെ ആടിനെ കിട്ടിയില്ല, കുറുപ്രാവിനെ കിട്ടിയില്ല, ഒരു കാര്യം ചെയ്യേ, ഒരു പിടി മാവുമായിട്ടെങ്കിലും കുറച്ച് കുറച്ച് അരിപ്പൊടിയും പിടിച്ചോണ്ട് വരാൻ. അരിപ്പൊടി നമ്മുടെ നാട്ടുഭാഷ, ഗോതമ്പ് മാവ് എടുത്തോണ്ട് വരാൻ. യവൊന്നും ഇവിടെ കിട്ടത്തില്ലല്ലോ, അതുകൊണ്ട് ഗോതമ്പ്. ഇതിനകത്ത് എല്ലാം കോമൺ ആയിട്ടുള്ളത് എന്തോ? പശു കോമൺ അല്ല, ആട് കോമൺ അല്ല, പ്രാവ് കോമൺ അല്ല, മാവ് കോമൺ അല്ല. ഇതിനകത്ത് കോമൺ എന്താണെന്നറിയോ? വരിക എന്നുള്ളതാ കോമൺ. എന്തെങ്കിലും കൊണ്ട് വാടാന്നാ എന്റെ ഭാഷ പറഞ്ഞ. നീ വന്നാ മതി. നീ വലിയ ഉള്ളിയാണെങ്കിൽ വലിയ കാളെ കൊണ്ടുപോവാ, കാശുള്ളവൻ മാടിനെ കൊണ്ടുപോവാ, ഇല്ലാത്ത പാവപ്പെട്ടവൻ കൂർപ്രാവിനെ കൊണ്ടുപോവാ, അതൊന്നും ഇല്ലാത്തവർ മാവും കൊണ്ടുപോവാ. എങ്ങനെയാലും വാ. ദൈവത്തിന്റെ ഹാർട്ട് എന്തോ, നീ വാ. നിനക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നത് ഇതാണെങ്കിൽ നീ വന്നാ മതി. മാവും കൊണ്ടുപോവാ, അരിപ്പൊടിയും കൊണ്ടുപോവാ, അല്ലെ കാടും കൊണ്ട്. എനിക്ക് ബ്ലഡ് ഒന്നും വേണ്ട, എനിക്ക് ആടുമാടിന്റെ രക്തം വേണ്ട, നീ ഇങ്ങ് വന്നാ മതി. അപ്പൊ സാക്രിഫൈസ് കൊണ്ട് ദൈവം ആഗ്രഹിച്ചത് ഫെലോഷിപ്പാ, ജനം ആഗ്രഹിച്ചത് പാപമോചനോ. ആട്ടുകുട്ടിയുടെ രക്തത്തിന് പാപങ്ങളെ മോചിപ്പാൻ കഴിയത്തില്ലെന്ന് പുതുനിയമത്തിന്റെ മിസ്റ്ററി അറിയാതെ നമ്മുടെ മിസ്റ്റേക്ക് എഴുതി വെച്ചു. അപ്പൊ ഓൾഡ് കവനന്റിൽ ദൈവം എന്തിനാ സാക്രിഫൈസ് വെച്ചെന്ന് ചോദിച്ചാൽ, സാക്രിഫൈസ് നമ്മുടെ അബ്രഹാം എന്താണെന്ന് തുടങ്ങി അതുവേണ്ടി മാത്രം. അബ്രഹാം ആൾട്ടർ സ്റ്റാർട്ട് ചെയ്തത് നോട്ട് ഫോർ സിൻ കോൺഷ്യസ്നസ് ബട്ട് ഫോർ റിലേഷൻഷിപ്പ് ആൻഡ് ഫെലോഷിപ്പ്. അങ്ങനെയാണ് കുരിശ് അവിടുത്തെ കാൽവറി മരണം is for the mystical union and fellowship forever in the name of Jesus. ഞാൻ ഇത് ഇന്ന് നിങ്ങൾ തന്നില്ലെങ്കിൽ വലിയ നഷ്ടം. അതുകൊണ്ട് ഞാൻ ഈ ഒരു ആശയം ഇത് റിലേഷൻഷിപ്പിനാണെന്ന് പഠിപ്പിച്ചിട്ട് ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് എന്ന് പറഞ്ഞാൽ പോട്ടെ, തീർന്നിട്ട് വൈൻഡപ്പ് ചെയ്യുന്ന ചിന്തയില്ല കേട്ടോ. ഹോളി ഗോസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോപ്പ്. ആദ്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ 9 സ്ഥലത്താണ് ഏബ്രഹാം ആൾട്ടർ പണിതത്. ഈ 9 സ്ഥലത്തിനും 9 മൾട്ടി ഡയമെൻഷണൽ റെവലേഷൻ ഉണ്ട്. ഇപ്പൊ ഇതിനകത്തിരിക്കുന്ന ശുശ്രൂഷകന്മാരോട് ഞാൻ പറഞ്ഞു, ടേക്ക് ദിസ് 9 കോണ്ടെക്സ്റ്റ്
ഇത് എടുക്കുക, ഡെവലപ്പ് ഇറ്റ് വിത്ത് യുവർ മെഡിറ്റേഷൻ ആൻഡ് ഷേക്ക് ദ വേൾഡ് വിത്ത് ദ റെവലേഷൻ. ദ ഫസ്റ്റ് പ്ലേസ്, അദ്ദേഹം മെസപ്പൊത്തോമിയിൽ നിന്ന് വരികയാണ്, നേരെ ഹാരാനിൽ വന്നു. വാക്തത്വ ദേശം, വാക്തത്വ ദേശം എന്ന് പറഞ്ഞാൽ കിങ്ഡം. നമ്മൾ കനാനെ എപ്പോഴും കാണുന്നത് ദ മിനിച്ചർ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഓക്കെ, ദ പ്രോമിസ് ഓഫ് ഗോഡ്, ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഗോഡ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻഹെറിറ്റൻസ്, ക്യാൻ യു ഫോളോ മീ? ഇൻഹെറിറ്റൻസ്. ആ ഇൻഹെറിറ്റൻസിലേക്ക് താൻ വന്നു. ഹി നെവർ ഓക്യുപൈഡ് ഇറ്റ്. അദ്ദേഹം ഇതുവരെ അതിനെ കൈവശപ്പെടുത്തിയിട്ടില്ല. താൻ എത്തുമ്പോൾ തന്റെ പ്രോമിസ് ലാൻഡിൽ കനാന്യർ, പെരിസ്യർ, യെബൂസ്യർ, ഗിർഹസ്യർ, ഹിത്യർ തുടങ്ങിയ 7 വിധത്തിലെ ജാതികൾ, പ്രബല ജാതികൾ ഇവിടെ ഉണ്ട്. കനാന്യർ പവർഫുൾ ആണ്. തന്റെ പ്രോമിസ് ലാൻഡിൽ മറ്റൊരാൾ വാഴുന്നു. He never went after them and chased them out. This is true. He never went up the idols and chased them out. He never used any strategy. He never talked with the leaders of the tribe. He never have any covenant, any conversation with any rulers in the land. He used the ancient path to connect with the Almighty. തന്നേക്കാൾ പ്രബലമുള്ള ജാതി, ശക്തന്മാരായ ജനം, ഒരു കോംപ്രമൈസ് ഇല്ല, ഒരു കവനന്റ് ഇല്ല, ഒരു ഉടമ്പടിയില്ല, ഒരു അവകാശമില്ല, ഒരു അവകാശ പ്രഖ്യാപനമില്ല. I was really challenged when I read the life of Abraham. Abraham first അവിടെ purchase ചെയ്തെന്നറിയോ? ഒരു റെവലേഷൻ അവിടെ ഉണ്ട്. ആദ്യം തന്റെ ഓൺ പ്രോപ്പർട്ടിയിൽ താൻ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിച്ചു a tomb. സാറായിയെ അടക്കാൻ മക്ബേല ഗുഹയാണ് താൻ കാശ് കൊടുത്ത് വാങ്ങിച്ച ആദ്യ സ്ഥലം. ദാറ്റ് വാസ് ദ മൈൽസ്റ്റോൺ. മരണം കൊണ്ടെല്ലാം തീരുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് മരണത്തിന്റെ ശവക്കോട്ടയെ തന്റെ ആദ്യത്തെ അവകാശമാക്കി? ചിന്തിച്ച് തന്നെ സ്വോത്രം ചെയ്തു നോക്ക്. എടാ, ശവക്കോട്ട ആരെങ്കിലും വാങ്ങിച്ച് ആദ്യത്തെ പണി തുടങ്ങുമോ? ഫസ്റ്റ് സ്റ്റെപ്പ് ശവക്കോട്ട. കൃഷി സ്ഥലം വാങ്ങിച്ചില്ല, ദൈവാലയം ഉള്ള സ്ഥലം വാങ്ങിച്ചില്ല, ഒന്നും വാങ്ങിച്ച പുള്ളിയെ വാങ്ങിച്ചിട്ടില്ല. താൻ ആദ്യം പോയിട്ട് പറഞ്ഞു, എനിക്ക് ഐ വാണ്ട് ദാറ്റ് tomb. That is the first investment because I believe in the resurrection. എന്ന് പറഞ്ഞാൽ മരണം കൊണ്ട് ഞങ്ങൾ തീരൂല്ല. അതുകൊണ്ട് ഞങ്ങളുടെ ആദ്യത്തെ പ്രോപ്പർട്ടി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കാനുള്ള ഗുഹയാണ്. അബ്രഹാമിന്റെ വിശ്വാസത്തിന്റെ ആഴം മനസ്സിലാവുന്നുണ്ടോ? മരണം കൊണ്ട് ഇത് അവസാനിക്കുകയാണെങ്കിൽ എവിടെയെങ്കിലും കുഴിച്ചിട്ടാ പോരെ? ഞങ്ങൾ അതിനകത്ത് അടുക്കടുക്ക്, ഞാനും എൻ്റെ ഭാര്യ എൻ്റെ മക്കളും തലമുറയായി ഇങ്ങനെ അടുക്കി വെക്കും. അടുത്ത ജനറേഷൻ ആ ഗുഹാമുഖം തുറന്നു നോക്കുമ്പോൾ ലോകത്തോടെ വിളിച്ചു പറയും, one day they are going to be resurrected. One day ഈ ഗുഹയ്ക്കകത്ത് ഞങ്ങൾ പുറത്തു വരും. That day യേശു ഏലി ഏലി ലമ്മ ശബക്തനി എന്ന് പറയുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അന്ന് ഈ ഗുഹയ്ക്കകത്തിരിക്കുന്ന ഞങ്ങൾ പുറത്തു വരും. ഓ ജീസസ്.
I was really thrilled. I was really so much anointed to preach the word. Promises. I want to ask you, brothers, and this is a marvelous and a adventurous journey with Abraham. Take this life. ഇതൊരു ഈ യാത്ര ഒന്ന് തുടങ്ങി നോക്ക്. അദ്ദേഹത്തിന്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസിനെ എടുക്ക്. It will thrill your life, change your life. ആ മനുഷ്യൻ പോയ വഴിയുണ്ടല്ലോ. He is our father. ഡാഡിയാ, നമ്മുടെ ഡാഡിയാ. So let us ask our daddy, our spiritual daddy, father. We are the children of Abraham. So we are going to ask daddy, what is your old path? He will show you the way. He'll show you the old path. Wonderful. I want to take you to the first place. Genesis chapter 12. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ എടുത്തു. ഉൽപ്പത്തി 12-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. അബ്രഹാം, നമുക്കറിയാം, അദ്ദേഹം തന്റെ ഭാര്യ സാറായി, സഹോദരൻ ലോത്ത്, സമ്പത്ത്, ഹാരാനിൽ സമ്പാദിച്ച ആളുകളെ കൂട്ടി കനാൻ ദേശത്ത് പോകാൻ പുറപ്പെട്ടു. കനാൻ ദേശത്തെത്തി. He reached the promised land. He reached the inheritance. Listen to me. This is very important. If you find your inheritance is another powerful subject. I just told you the last class, the all inheritance of our old saints are waiting for us. നമ്മുടെ അപ്പച്ചന്മാര് പ്രാർത്ഥിച്ചും ഉപവസിച്ചും ദൈവത്തിന്റെ കൂടെ നടന്ന് കഴിഞ്ഞ 20 നൂറ്റാണ്ടുകൾ ആ ക്രൈസ്തവ സഭയ്ക്കകത്തെ വീരന്മാർ ഇട്ടിട്ട് പോയ ഇൻഹെറിറ്റൻസ് ഇന്ന് ഒരു തലമുറയിൽ ഒരുത്തം തുടങ്ങാതെ ഇവിടെ ഇരിക്കുക. നമ്മൾ അത് എടുക്കാൻ പോവുക. ഇവിടെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ വിഗിൾസ്വർത്തിന്റെ ഇൻഹെറിറ്റൻസിലേക്ക് ചിലർ കയറി പോകണം. കാതറിൻ കുൾമാന്റെ ഇൻഹെറിറ്റൻസിലേക്ക് ചിലർ കയറി പോകണം. ആലന്റെ ഇൻഹെറിറ്റൻസിലേക്ക് നിങ്ങൾ ചിലർ കയറി പോകണം. ബോസ്വർത്തിന്റെ ഇൻഹെറിറ്റൻസിനെ നിങ്ങൾ തൊടണം. ബെൻസൺ ഐഡഹോസയുടെ ഇൻഹെറിറ്റൻസിനെ നിങ്ങൾ തൊടണം. നമ്മളത് കൈവശപ്പെടുത്തിയേ പറ്റൂ. വി നീഡ് ടു മെഡിറ്റേറ്റ് ഓൺ ദിസ് വൺ. വി നീഡ് ടു ഹോണർ ദം. നമ്മളത് കൈവശപ്പെടുത്തിയേ പറ്റൂ. അബ്രഹാമിന്റെ ഉടമ്പടി, അബ്രഹാമിന്റെ വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്യുക. ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളിപ്പം ചെയ്യുന്ന കൊച്ചു മിനിസ്ട്രി ക്രിസ്തു വെളിപ്പെടുന്ന നാൾ വരെ ഇവിടെ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു? നിങ്ങള് മരിച്ച് ജീവിതകാലത്ത് 100 പേരെ നേടിയുള്ളൂ. ആ 100 പേർക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിച്ച ശുശ്രൂഷയുടെ മഹത്വം മിശിഹായുടെ വരവിന്റെ നാൾ വരെ ഇവിടെ ഉണ്ടാകുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അപ്പോസ്തലനായ പൗലോസിന്റെ മിനിസ്ട്രി വെയിറ്റിംഗിൽ അറിയാമോ? ആരും എടുത്തിട്ടില്ല. തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന അവകാശമാണത്. പ്രോമിസ് ലാൻഡിൽ എത്തിയാൽ ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞത്, നമ്മൾ ഇൻഹെറിറ്റൻസിൽ എത്തണം. കനാനിൽ എത്തിയപ്പോൾ താൻ ആദ്യം ചെയ്തത് വായിക്കുകയാണ്. അബ്രാം ശേഖേം എന്ന സ്ഥലം വരെയും എലോൻ മോരെ വരെയും ദേശത്തുകൂടി സഞ്ചരിച്ചു. അന്ന് കനാന്യർ ദേശത്ത് പാർത്തിരുന്നു. 7 യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി. ഹല്ലേലൂയ. God appeared before him. The next moment പ്രോമിസ് കൊടുത്തു. പ്രത്യക്ഷനായ നിമിഷം അബ്രഹാം യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ആദ്യത്തെ ഓൾട്ടർ പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്ത്. അങ്ങനെയാണ് നിങ്ങൾ ഈ അബ്രഹാം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിലെ മുഴുവൻ ആൾട്ടർ പോയി പരിശോധിക്കുക. ഓരോ ആൾട്ടറിൽ നോക്കിയിട്ട് പറ, ഇവിടെ യഹോവ വന്ന സ്ഥലമാണ്. ഇത് അബ്രഹാം പാപം ചെയ്ത് അനുദപിച്ച സ്ഥലമല്ല. അബ്രഹാം മാനസാന്തരപ്പെട്ട സ്ഥലവുമല്ല. അബ്രഹാമിന്റെ ദൈവത്തെ മുഖാമുഖം കണ്ട സ്ഥലാണ്.
altar is the place where the Lord Almighty appeared before his saints. ഞാൻ അപ്പാർത്ത് ചോദിച്ചു, ലോർഡ്, ഞാനിത് വായിച്ചപ്പോൾ കർത്താവിനോട് ചോദിച്ചിങ്ങനെ, ലോർഡ്, ഈ പ്രത്യക്ഷനായപ്പോ ഉടനെ എന്തിനാ ആൾട്ടർ പണിതേ? കർത്താവിനെ, ഇൻവിസിബിൾ ഗോഡിനെ കണ്ട നിമിഷം പുള്ളിയുടെ അകത്തൊരാഗ്രഹം, ഐ വാണ്ട് ടു ഹാവ് എ യൂണിയൻ വിത്ത് ഹിം. Praise the Lord. കണ്ടപ്പോ പറഞ്ഞു, എനിക്ക് പുള്ളിയെ വേണം, എനിക്ക് ഈ ആളിനെ വേണം, എനിക്ക് ഈ ആളിന്റെ കൂടെ ഒന്നാകണം, ഈ ആളിന്റെ കൂടെ എനിക്ക് ജീവിക്കണം, എനിക്ക് ഈ ആളിന്റെ കൂടെ വാഴണം, എനിക്ക് ഈ പുള്ളിയെ വേണം. അതിന് പുള്ളിക്ക് വേറൊരു വഴിയും കിട്ടില്ല. അന്നേരം കുറച്ച് കാട്ടിൽ പറക്കി കൂട്ടി, അതിനകത്തൊരു ബലിപീഠം പണിത്, അതിനകത്തൊരു മൃഗത്തെ അറുത്തിട്ട് പറഞ്ഞു, ദിസ് ഈസ് ദ ഓൺലി വേ ഐ ക്യാൻ കണക്ട് വിത്ത് യുവർ ഡാഡി, ഐ ലവ് യു. അബ്രഹാമും ദൈവവും യൂണിയനിലെത്തിയ സ്ഥലമാണ് ഷെഖേം. ഷെഖേമിലാണ് ആദ്യമായി Abraham united with the Almighty God. And this is the ultimate revelation. Listen to me. This is a place, is a very, very important place. ഷെഖേമിനെ കുറിച്ച് ഒത്തിരി പഠനങ്ങളുണ്ട്. You just go through the Bible and you will get so many things. And I'm just giving opening the word. ഞാൻ ഒരു ഓപ്പണിംഗ് ചെയ്യുന്നുള്ളൂ. The other one God is going to give you, brothers. ഞാൻ വെറുതെ പറയല്ല, ഇത് കേട്ടോണ്ടിരിക്കുന്നവരുടെ കാര്യം. ഇപ്പൊ നിങ്ങൾ ഇത് ആഫ്റ്റർ ദിസ് സ്കൂള് നമ്മൾ വേണമെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ വന്ന് ഡിസ്കഷൻ ഇട്ടോ. ഇത് കേട്ടോണ്ടിരുന്നപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ വെളിപ്പാടിന്റെ ആഴം എത്രയെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം ഒരു റെവലേഷൻ ജസ്റ്റ് തുറന്നാ മതി, ഇത് നെല്ലിക്കച്ചാക്ക് പോലെയാ, ഇതെല്ലാം കൂടെ ചാടി വരും, 1000 വഴി തുറന്നു വരും. But ഷെഖേമിനെ കുറിച്ചുള്ള റെവലേഷൻസ് യു ജസ്റ്റ് ചെക്ക് വിത്ത് ദ ബൈബിൾ ആൻഡ് ഗോഡ് വിൽ ഗിവ് യു more revelations about it. ഇവിടെ ഇദ്ദേഹം എത്തിയ സ്ഥലത്തെ കുറിച്ച് ഞാൻ ഒന്ന് വായിക്കുകയാണ്. ആ സ്ഥലത്തിന്, and the Lord appeared unto Abraham and said, unto thy seed will I give this land. Thy seed, thy seed will I give this land. ഞാൻ നിന്റെ സന്തതികൾക്കെന്നല്ല, സന്തതിക്ക്. Galatians chapter 3 പറഞ്ഞു, that seed is Jesus Christ. അപ്പം കനാൻ ആരുടെ പ്രോമിസാ? കനാന് ക്രൈസ്റ്റിന്റെ പ്രോമിസ് ലാൻഡ്. അടുത്ത നോക്കിയേ, ഞാൻ വായിക്കാം. And there built an altar unto the Lord, he appeared unto him. അതിന്റെ മുകളിലത്തെ വാക്യം, and Abraham passed through the land to the place of Shechem and the plain of Moriah. Yellow Moriah എന്ന് എഴുതിയിട്ടുണ്ട്. അതിന്റെ ഒറിജിനൽ പ്ലെയിൻ ഓഫ് മൊറിയ. മൊറിയ, ഈ പ്ലെയിൻ ഓഫ് മൊറിയ എന്ന് പറയുന്നത്, ആ വാക്കിന്റെ ഒറിജിനൽ അർത്ഥം, ഇറ്റ് ഈസ് എ ട്രീ, അല്ലെങ്കിൽ ഇറ്റ്സ് എ ഓക്ക് ട്രീ എന്നാണ്. ഓക്ക് ട്രീ, ഓക്ക് മരം. ഈ ഷെഖേമിൽ ഒരു ഓക്ക് മരത്തിന്റെ ചുവട്ടിലാണ് ആദ്യത്തെ ബലിപീഠം പണിതത്. Do you get me? ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ, ആൾട്ടർ ബിഫോർ ദ ഓക്ക് ട്രീ. നിങ്ങൾ പഠിച്ച പ്ലെയിൻ ഓഫ് മൊറ എന്ന് പറയുന്നത് is a tree of oak. എലോൻ മൊറ എന്ന് പറയുക, പ്ലെയിൻ ഓഫ് മൊറ. അത് ഷെഖേം to the oak, or the അതിന് മറ്റൊരു പറയുന്നത് ടെറേബിന്ദ് ട്രീ ഓഫ് മൊറ. ടെറേബിന്ദ്, ടെറേബിന്ദ്, ആ മരത്തിന്റെ പേര് ടെറേബിന്ദ്, TEREBINTH. ടെറേബിന്ദ് ട്രീ ഓഫ് മൊറ എന്നാണ് ആ വേർഡിന്റെ അർത്ഥം. പ്ലെയിൻ ഓഫ് മൊറ എന്നാണ് ഇംഗ്ലീഷ് എഴുതിയേക്കുന്നത്. എലോൻ മൊറ എന്ന് മലയാളത്തിലുണ്ട്. പക്ഷെ അതിന്റെ ഒറിജിനലിൽ ഓക്ക് അല്ലെങ്കിൽ ടെറേബിന്ദ് ട്രീ ഓഫ് മൊറേ. The Canaan was there in that land, and the Lord appeared to Abraham and said, I'll give this land to your posterity. So Abraham built an altar there to the Lord who had appeared to him. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, and Abraham, it was an oak tree at the Moreh. ഇത് വളരെ ഇമ്പോർട്ടന്റ്, oak tree of the Moreh. ഇത് നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ it is a dynamic truth I want to teach you now. നിങ്ങൾക്കറിയാമോ,
ലാൻഡ് തുടങ്ങുക. ഇത് ശ്രദ്ധിക്കണം. ഒരു ദേശം കൈവശപ്പെടുത്താൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ മൈൽ സ്റ്റോൺ ഇടുക. അത് ഇട്ടത് ഷെക്കേമിലാണ്. അത് ഇട്ടത് ഒരു ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ. ആ ഓൾട്ടറിന്റെ പ്രത്യേകത ദൈവ പ്രത്യക്ഷപ്പം ആ മരത്തിന്റെ ചുവട്ടിലാണ് ആര് പ്രത്യക്ഷപ്പെടുന്നത്? നിങ്ങൾക്ക് ഞാൻ വിശ്വസിക്കുന്നത് എന്നറിയാമോ? Abraham, he traveled a lot. He traveled here and there, and finally he was taking rest in that under the tree. ആ മരത്തിന്റെ ചുവട്ടിൽ പുള്ളി എന്തെടുക്കുക? വിശ്രമിക്കുക. വിശ്രമിച്ചപ്പോഴാണ് ആ മരത്തിന്റെ ചുവട്ടിൽ ആര് പ്രത്യക്ഷപ്പെടുക? ഇതാണ് അതിന്റെ സംഭവം. ആ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ ആര് പ്രത്യക്ഷപ്പെടുന്നു? സർവശക്തനായ ദൈവം പ്രത്യക്ഷപ്പെടുന്നു. അപ്പൊ ഇത് നിങ്ങൾ കുറിച്ച് നോക്കി. ഇതിനകത്തൊരു ട്രൂത്ത് ഉണ്ട്. നമുക്കിപ്പോൾ ഒരു പക്ഷേ ദൈവം പ്രത്യക്ഷപ്പെട്ടില്ലായിരിക്കും, പക്ഷെ നമുക്ക് ദൈവത്തെ കുറിച്ചുള്ള ഒരു അറിവ് വന്നാൽ, when you're reading the Bible, when you're reading the Bible, you're getting something new about your God. That is the appearance of God. Do you get me? നിങ്ങൾക്ക് ദൈവത്തെ കുറിച്ച് ഒരു റെവലേഷൻ വന്നാൽ, that is the appearance of God before you. റെവലേഷനും അപ്പിയറൻസും ഈക്വൽ ആണ്. വിശ്വസിക്കുന്നവർ ആമേൻ പറയണം. ദൈവത്തെ സംബന്ധിച്ച് ഒരു പുത്തൻ വെളിപ്പാട് പ്രാപിച്ച നിമിഷം ഓർത്തോണം, നിങ്ങൾ ദൈവത്തിന്റെ ഒരു പുതിയ പ്രത്യക്ഷതയിലെത്തി. എവ്രി റെവലേഷൻ ഈസ് ആൻ അപ്പിയറൻസ് ഓഫ് ഗോഡ്. അങ്ങനെ when you are meditating God, you are getting 100 അല്ലെങ്കിൽ ഒരു 10 റെവലേഷൻ ദൈവത്തെ കുറിച്ച് കിട്ടാൻ നിങ്ങളുടെ കണ്ണിന്റെ മുമ്പിൽ 10 പ്രാവശ്യം ദൈവം പ്രത്യക്ഷപ്പെട്ടെന്നാണ്. 10 പ്രാവശ്യം ഓരോ പ്രത്യക്ഷത വരുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളൊരു ഫെലോഷിപ്പ് മോഹിക്കണം. അതായത് മനസ്സിലാവുന്നുണ്ടോ? ഫെലോഷിപ്പ് മോഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തെ കുറിച്ച് കിട്ടിയ ആ വെളിപ്പാടും നിങ്ങളും ഒന്നാകാൻ വേണ്ടി നിങ്ങൾ ആ ഫെലോഷിപ്പ് മോഹിക്കണം. അതിനെയാണ് ബൈബിൾ വരുന്നത് ഫെലോഷിപ്പ് ഓഫ് ദ മിസ്റ്ററി, മർമ്മങ്ങളുടെ കൂട്ടായ്മ. മർമ്മങ്ങളുടെ കൂട്ടായ്മ. God is appearing before you and say, I am El Shaddai. കേട്ടിട്ട് പോവരുത്. That's next moment, there's the Lord, I want to connect with that El Shaddai. അത് നമ്മുടെ ഇൻഫോർമേഷൻ ആയാൽ it will never be a useful one. It will die on day. But be connected with the revelation. Have a fellowship with the revelation. ഞാൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിക്കുന്നുണ്ടോ? മലയാളത്തിൽ പറയാം, ദൈവത്തിന്റെ വെളിപ്പാടുകളുമായി നിങ്ങൾക്ക് കൂട്ടായ്മ വേണം. ഫെലോഷിപ്പ്, കൊയിനോനിയ വിത്ത് ദ റെവലേഷൻ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയാണ് ഇതിന്റെ രസകരമായ ചിത്രം. അതായത് ഇദ്ദേഹം ഒരു ലാൻഡിൽ പോവാണ്. അബ്രഹാം പോവാ, ദൈവത്തെ കണ്ട് ആദ്യമായിട്ട് ദൈവം അവന് പ്രോമിസ് ലാൻഡിൽ പ്രത്യക്ഷപ്പെടുക. ആ പ്രത്യക്ഷതയിൽ താൻ ഒരു വെളിപ്പാട് കണ്ടു. ഇതാണ് നമ്മൾ അറിയേണ്ടത്. അത് തനിക്ക് കിട്ടാവുന്ന അൾട്ടിമേറ്റ് റെവലേഷനാണ്. I want to say, Abraham on that appearance saw the true altar of God on the Mount of Calvary. ഒന്നും മനസ്സിലായിട്ടില്ല. ഞാൻ പറഞ്ഞ ഓരോ അപ്പിയറൻസിലും ഓരോ പുത്തൻ വെളിപ്പാട് താൻ പ്രാപിച്ചു. ആ വെളിപ്പാട് തന്നിലൂടെ തന്റെ തലമുറയിലേക്ക് കൈമാറ്റപ്പെട്ടു. ഷെഖേമിൽ മുറയിൽ താൻ പ്രാപിച്ച വെളിപ്പാട് കാൽവറി കുരിശിലെ വെളിപ്പാടാണെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ടെറേബിന്ത് ട്രീയുടെ ചുവട്ടിലാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്, ദൈവം പ്രത്യക്ഷപ്പെട്ടത്. എവിടെയാണ്? ടെറേബിന്ത് ട്രീ. ഓക്കെ, ലാൻഡിലെത്തിയല്ലോ. ഈ ലാൻഡിലെത്തി ഇവിടെയാ തുടങ്ങിയെങ്കിൽ ഈ ലാൻഡിന്റെ ഫുൾ ഓക്യുപ്പൈ ചെയ്ത ശേഷം ഇവിടം കൊണ്ട് തന്നെ അവസാനിക്കണം.
മനസ്സിലാക്കാം. ഏബ്രഹാം തുടങ്ങിയത്, ഏബ്രഹാമിന്റെ ജനറേഷൻ ഇവിടെ തന്നെ കൊണ്ട് അവസാനിപ്പിച്ചാൽ അവർ തങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്ത ദേശത്തെ കൈവശമാക്കി എന്നർത്ഥം. ശരി, നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പെട്ടെന്ന് വാക്യത്തിലേക്ക് പോകാം. ജോഷുവയുടെ പുസ്തകം എടുത്തു, 24-ാം അധ്യായം. പതിനഞ്ച് മുതൽ, യഹോവയെ സേവിക്കുന്നത് നല്ലതെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നദിക്കരയ്ക്ക് വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ പാർത്തു വരുന്ന ദേശത്തിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെ സേവിക്കൂ എന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തുകൊള്ളുവിൻ. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. അതിന് ജനം ഉത്തരം പറഞ്ഞു, യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിപ്പാൻ ഞങ്ങൾക്ക് സംഗതി വരരുതേ. ഞാൻ അതിന്റെ മറ്റൊരു വേർഷൻ വായിക്കാം. മറ്റൊരു വേർഷൻ എന്ന് പറഞ്ഞാൽ ജൂയിഷ് വേർഷൻ ആണ്. അതിനകത്ത് 16-ാമത്തെ വാക്യത്തിൽ 19-ാം വാക്യം നോക്കി. 19-ാമത്തെ വാക്യത്തിൽ, ബട്ട് ജോഷുവ റിപ്ലൈഡ് ടു ദ പീപ്പിൾ, യു കനോട്ട് വർഷിപ്പ് ദ ലോർഡ് ഗോഡ്. മലയാളത്തിൽ എങ്ങനെ എഴുതിയിരിക്കുന്നു നോക്കി. 19-ൽ ജോഷുവ ജനത്തോട്, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. ഭയങ്കര ഒരു സ്റ്റേറ്റ്മെന്റ് അത്. നിങ്ങൾക്കറിയാം, ചാപ്റ്റർ 24 ആയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഒന്ന് വന്നേ, മനസ്സിലായവർ. ഇത് ഞാൻ വായിച്ചപ്പോൾ തന്നെ ചിലർക്ക് മനസ്സിലായി, ചിലർക്ക് മനസ്സിലായിട്ടില്ല. ജോഷുവ 24 ആയപ്പോഴേക്ക് എന്ത് സംഭവിച്ചു കഴിഞ്ഞു? അബ്രഹാമിന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശം അബ്രഹാമിന്റെ സന്തതികൾ അളന്ന് തിട്ടപ്പെടുത്തി വിഭാഗിച്ച് സകല പുള്ളികളും കൈവശപ്പെടുത്തി. പിടികിട്ടിയോ? ഇൻഹെറിറ്റൻസിനെ കൈവശപ്പെടുത്തി. ഇൻഹെറിറ്റൻസിനെ കൈവശപ്പെടുത്തിയപ്പോ ആ കൈവശപ്പെടുത്തിയ ജോഷുവ ജനതയെ എവിടേക്കാ കൊണ്ടുപോയി നോക്കണം? അവരുടെ പൂർവ്വപിതാവായ അബ്രഹാം ഈ ലാൻഡ് കൈവശപ്പെടുത്താൻ ആരംഭിച്ച ആദ്യത്തെ പടിയിലേക്കാണ് ജനതയെ കൊണ്ടുപോയത്. ജോഷുവ തലമുറയായി പിറകിലേക്കിട്ട് യാത്ര ചെയ്തു. എവിടെ വരെ എത്തി? ഏബ്രഹാം ആദ്യമായി ദൈവം പ്രത്യക്ഷപ്പെട്ട അതേ സ്ഥലത്തേക്ക് ജനതയെ കൊണ്ടുവരിക. കാരണം എവിടെയാണ്, ഇതാണ് പ്രത്യേകത. അതായത് യഹൂദന്റെ കോൺസെപ്റ്റിൽ ആരംഭിക്കുന്ന ഇടത്ത് തന്നെ അവസാനിച്ചാൽ ദാറ്റ് ഈസ് പെർഫെക്ഷൻ. ഓ, ഇത് മനസ്സിലായി. എറ്റേണിറ്റി എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നിടത്ത് തന്നെ വരണം. ആരംഭിച്ച ഇടത്ത് തന്നെ അവസാനിച്ചാൽ ദാറ്റ് ഈസ് എറ്റേണൽ. ഗോഡ്സ് പാത്ത് ഈസ് എറ്റേണൽ പാത്ത്. ദൈവത്തിന്റെ പാതകൾ പുരാതന പാതയാണ്, അത് നിത്യപാതയാണ്. നിത്യപാതയായതിന്റെ തെളിവാണ് ഏൻഷ്യന്റ് പാത്ത് ഷെഖേമിൽ ആരംഭിച്ചെങ്കിൽ ഈ വാഗ്ദത്ത ഭൂമി ഇത് അവകാശമാക്കിയ ഈ ജനതയുടെ ലീഡർ ജനറേഷൻ അവര് ചുറ്റി കറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ എത്തിയാൽ ദിസ് പാത്ത് ഈസ് എറ്റേണൽ പാത്ത് ഫോർ ഇൻഹെറിറ്റൻസ്. നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുമ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ മനസ്സിലാവും. ജോഷുവ പറയുന്നു 19-ൽ, നിങ്ങൾക്ക് യഹോവയെ സേവിപ്പാൻ കഴിയുന്നതല്ല. അവൻ പരിശുദ്ധ ദൈവം, അവൻ തീഷ്ണതയുള്ള ദൈവം, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെയും പാപങ്ങളെയും ക്ഷമിക്കുകയില്ല. പുള്ളി ഭയങ്കര കർക്കശക്കാരനായിട്ട് സംസാരിക്കുക. നിങ്ങൾ യഹോവയെ ഉപേക്ഷിച്ച് അന്യ ദൈവങ്ങളെ സേവിച്ചാൽ മുമ്പേ നിങ്ങൾക്ക് നന്മ ചെയ്ത പോലെ അവൻ തിരിഞ്ഞ് നിങ്ങൾക്ക് നന്മ ചെയ്ത് തിന്മ ചെയ്ത് നിങ്ങളെ സംഹരിക്കും. ജനം യോശുവോട് പറഞ്ഞത്, ഞങ്ങൾ യഹോവയെ തന്നെ സേവിക്കും എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണം, ജോഷുവ ജനത്തോട് യഹോവയെ സേവിക്കണം. ഇവിടെ സേവിക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ടു ഹാവ് എ ഫെലോഷിപ്പ് വിത്ത് ദ ലോർഡ്. പിടികിട്ടിയോ? ജോഷുവ ജനതയോട് പറയുന്നത് അറിയാമോ? നിങ്ങൾക്ക് ദൈവവുമായിട്ട് എന്താ വേണ്ടത്? നിങ്ങൾക്ക് ലാൻഡ് കിട്ടി, പ്രോമിസ് ലാൻഡ് കിട്ടി, ഇൻഹെറിറ്റൻസ് കിട്ടി, ബട്ട് യു ഷുഡ് ഹാവ് എ റിലേഷൻഷിപ്പ് വിത്ത് യുവർ ഗോഡ്. യു മസ്റ്റ് ഹാവ് യുണൈറ്റഡ് വിത്ത് ഗോഡ്. യൂണിയൻ വിത്ത് ഗോഡ് ഈസ് മോർ എസെൻഷ്യൽ ദാൻ ദിസ് ഇൻഹെറിറ്റൻസ്. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ ലാൻഡ് നിങ്ങൾക്ക് ഇപ്പൊ സ്വന്തമാണ് എന്നും വെച്ച് കാര്യം തീർന്നില്ല.
കാര്യം തുടങ്ങിയത് ലാൻഡിലല്ല, കാര്യം തുടങ്ങിയത് ഫെലോഷിപ്പിലാണ്. ഫെലോഷിപ്പിൽ തുടങ്ങിയെങ്കിൽ ഫെലോഷിപ്പിലാണ് അവസാനിക്കേണ്ടത്. അതുകൊണ്ട് 24-ാം അധ്യായത്തിൽ ഫെലോഷിപ്പിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. നോക്കിക്കേ 25-ാം വാക്യം ശ്രദ്ധിക്കുക. And so Joshua made a covenant with the people that day and set them a statue and an ordinance in Shechem. Come on, everybody say amen. Shechem. എന്താ ഷെക്കേമിന്റെ അർത്ഥം? തങ്ങളുടെ പൂർവ്വപിതാവായ അബ്രഹാം, ഈ നാടിന്റെ വെളിപ്പാട് ആദ്യം പ്രാപിച്ചവൻ, ദേവാദി ദൈവവുമായിട്ട് ആദ്യം യുണൈറ്റഡ് ആയത് ഈ സ്ഥലത്താണ്. ഈ സ്ഥലത്തേക്കാണ് ഈ ജനറേഷനെ കൊണ്ടുവരേണ്ടത്. ഞാൻ പറഞ്ഞ രഹസ്യം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? പീപ്പിൾ ഹാസ് ടു കം ബാക്ക് ടു ദ ഒറിജിനൽ പ്ലേസ്. They got the inheritance, they got the promised land, they are rich people now, they have the land now, but they have to come back to the true God where their fathers received him and saw him and united with him. I thank God for the word Shechem. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇനിയാണ് അടുത്ത രഹസ്യം. And Joshua wrote those things, those words in the book of the law of God, and took a great stone and set it up there under the oak that was by the sanctuary of Jehovah. ഷെക്കേമിലെ അതേ ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ 450-500 വർഷം കഴിഞ്ഞ് സാർ, 5 നൂറ്റാണ്ടായിട്ട് ഒരു മരം ഉണങ്ങാതെ അവിടെ നിൽക്കുക. അത്യുന്നതന്റെ പ്രത്യക്ഷത കണ്ട മരം ഉണങ്ങത്തില്ലെന്നാ കണ്ട് നിൽക്കുക. ജോഷുവയുടെ കാലത്തും ഷെക്കേമിലെ ഓക്ക് മരത്തിന്റെ ചുവട്ടിൽ പഴയ കല്ല് തന്നെ അപ്പച്ചൻ നാട്ടി, അതേ കല്ലാന്ന് തോന്നുന്നു, അതുപോലൊരു കല്ല് കൊണ്ട് അതിന്റെ ചുവട്ടിൽ നാട്ടിയിട്ട് ന്യായപ്രമാണത്തിന്റെ സകല പ്രമാണങ്ങളും അതിനകത്തോട്ട് എഴുതി. ഇതാണ് രഹസ്യം. എവിടെ എഴുതിയത്? ആ കല്ലിൽ എഴുതി. ഇനി നിങ്ങൾക്ക് കൊലോസി ലേഖനം 2:10 മുതൽ മനസ്സിലാവും. എന്തോ കൊലോസി ലേഖനം 2:10 മുതൽ വായിക്കണ്ട, താഴോട്ട് കുറച്ച് 14-15 വായിച്ചാൽ മതി. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 verse. Oh, glory to Jesus, glory to Jesus. Ramahoshikatorianda 14-ാം വാക്യം. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ചു കുരിശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഏത് കയ്യെഴുത്ത്? നിങ്ങൾ പറ, ഏതാ കയ്യെഴുത്ത്? ജോഷുവ ഈ ഓക്കുമരത്തിന്റെ ചോട്ടിൽ നാട്ടിയ കല്ലിൽ എഴുതി വെച്ച ന്യായപ്രമാണം. അത് പറഞ്ഞു, നിങ്ങളുടെ അകൃത്യം ക്ഷമിക്കത്തില്ല, നിങ്ങളുടെ പാപം ക്ഷമിക്കത്തില്ല എന്ന് പറഞ്ഞ് എഴുതി വെച്ച ആ കല്ലിലെ എഴുത്ത് അതുപോലൊരു ഓക്കുമരത്തിന്റെ മുകളിൽ 2 കരങ്ങളിലും ആണിയടിച്ചു തൂങ്ങിയ യേശു ആ കല്ലിൽ എഴുതിയ പ്രമാണം നീക്കിക്കളഞ്ഞു. Paul knows the Old Testament and he wrote it there. ജോഷുവയുടെ ഈ പുസ്തകം വായിച്ചിട്ട് ഈ പ്രമാണത്തിൽ നിന്നാണ് കൊലോസി ലേഖനം പൗലോസ് എഴുതിയത്. നമുക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്ത്. എന്താ നമുക്ക് വിരോധം എഴുതി? അവൻ നിങ്ങളുടെ അകൃത്യം ക്ഷമിക്കത്തില്ല. വായിച്ചിട്ടുണ്ടോ നിങ്ങൾ ജോഷുവയുടെ പുസ്തകം? ഫുൾ വായിരും. അകൃത്യം ക്ഷമിക്കത്തില്ല. എന്നിട്ട് പറയാ ഇവിടെ എഴുതി, അകൃത്യങ്ങളൊക്കെയും ക്ഷമിച്ചു. തീർന്നില്ല. ഏത് സ്ഥലത്തിന്റെ ചോട്ടാ? വിശുദ്ധ മന്ദിരത്തിലായിരിക്കും. അപ്പം ആ സ്ഥലം ഇപ്പോൾ എന്തായി? സാങ്ച്വറി ഓഫ് ജഹോവയായി. ഒരു നാളിൽ അതൊരു ആൾട്ടർ ആയിരുന്നു. നൗ ആഫ്റ്റർ 5 centuries that altar became the sanctuary. This is the old path. This is eternal covenant. This is the covenant of God. This is the promise of God. I don't want to explain more because you can explain everything.
This is only a Priscilla writing. Okay. കരുവേലത്തിന് കീഴെ നാട്ടി വെച്ച് ജോഷുവ സകല ജനത്തോടും ഇതാ ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ, ഇത് നമ്മോട് കൽപ്പിച്ചുള്ള വചനങ്ങൾ കേട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ നിഷേധിക്കാതിരിക്കേണ്ടതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയാകട്ടെ. ഷെഖേമിലെ കല്ലാണ് ഇസ്രായേലിന്റെ ഏക സാക്ഷി. ആ സാക്ഷി എഴുതിയ പ്രമാണത്തെ കാൽവരി കുരിശി തുടച്ചു കളഞ്ഞു. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ നമുക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്തേതാണ്? ഈ ഓക്കുമരത്തിന്റെ ചുവട്ടിൽ നാട്ടിയ കല്ലിൽ എഴുതിയ പ്രമാണമാണ്. ഈ പ്രമാണത്തെ കുറിച്ച് കൊലോസ്യലേഖനത്തിൽ എഴുതി വെച്ചേക്കുന്നത് പ്രതികൂലമായി കൈയെഴുത്തു മായ്ച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോ ഉത്സവം കൊണ്ടാടി എന്ന് പറഞ്ഞാൽ ആ ഓക്കുമരം, ക്രൈസ്റ്റ് വാസ് ഓൾസോ ഡൈഡ് ഓൺ ദ ടെറാബിന്ദ് ട്രീ. ഓക്കെ, യേശു മരിച്ച മരത്തിന്റെ പേരെന്നറിയുമോ? ടെറാബിന്ദ്, ഓക്കുമരം. On the cross of Calvary, he died on the oak marathinte mugalil. That tree is Terebinth tree. Jesus died on that cross. This is the old path. Listen, Abraham, the first day when he appeared before God, God appeared before him, and through that appearance, he got the revelation of the cross. He got the revelation about the promised land. Abraham started there, Joshua finished there. If you are starting today, your generation is going to finish it. If you are going to start an altar here, the generation is going to finish with the cross, and they're going to declare it is finished. Tetelestai. What a glorious day and powerful day it is. Amen. And this is the first, and I want to finish now. What is the meaning of Shechem? Shoulder or burden? തോളിൽ ഭാരം ചുമക്കുക എന്നാണ്. Jesus Christ, he took the cross, took it on the shoulder, walked towards that mountain and died on the cross. And this is the path. And I want to tell you, brother, every path is directly or indirectly connected with the Almighty God, the true Son of the Lord Jesus Christ. Amen. എല്ലാ പുരാതന പാതകളും ക്രിസ്തുവിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. That's why Jesus came to the word and said, I am the way, I am the rock, I am the way. Abraham saw him, Jacob saw him. And today നമ്മൾ ആ ഒറ്റ altar മാത്രമാണ് നാം ഫിനിഷ് ചെയ്ത്. We have 8 more altars are there. പരിശുദ്ധാത്മാവ് സഹായിക്കുന്നെങ്കിൽ go through that. It is very powerful. Amen. എനിക്ക് തോന്നുന്നു today we have crossed more minutes, 10 more minutes. May the Lord richly bless you all. സർവശക്തന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കട്ടെ. ഇന്ന് നിങ്ങൾ ലഭ്യമായ ഈ സന്ദേശങ്ങൾ നിങ്ങൾ ധ്യാനിക്കുക. Meditate this word. Don't forget, when you receive a word, meditate and privatize yourself. Abraham received the revelation and he united with the revelation through the altar. Altar is the only place that can be connected with God through the revelation. Let us connect God. Let us pray, my dear brothers. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്നേഹത്തിന്റെ ഉറവിടമായ ഞങ്ങളുടെ പിതാവേ, താങ്ക് യു ഫോർ ദ റെവലേഷൻസ്. അബ്രഹാമിനെ ഓൾട്ടറിലെ മനുഷ്യനായും, ഇസഹാക്കിനെ ടെന്റിലെ മനുഷ്യനായും, യാക്കോബിനെ കിണറിനരികിലുള്ള ഉറവിനരികിലുള്ള മനുഷ്യനായും, ജോസഫിനെ ദൈവരാജ്യത്തിന്റെ മനുഷ്യനായും മുൻനിർണയിക്കുകയും വിളിക്കുകയും നീതീകരിക്കുകയും തേജസ്കരിക്കുകയും ചെയ്ത മഹാസന്ദേശത്തെ ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ഒരുമിച്ച് ധ്യാനിച്ചു. ദൈവമേ, ഇന്ന് രാത്രി തിരുവെഴുത്തുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മക്കളുടെ മേൽ അങ്ങയുടെ അസാധാരണമായ കൃപയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾ സമ്പുഷ്ടരായി മാറട്ടെ. ഈ വെളിപ്പാടുകൾ ഇവരുടെ ഉറക്കത്തെ കെടുത്തട്ടെ. ഇവരുടെ പ്രാർത്ഥനാ മുറികൾ മണവാളനോടൊത്തുള്ള മണിയറകളായി മാറട്ടെ. ഇവർ പുഷ്പിക്കുന്ന ദിവസങ്ങളായി മാറട്ടെ. ഫലം കൊടുക്കുന്ന ദിവസങ്ങളായി മാറട്ടെ.
സർവശക്തിയുള്ള ദൈവമേ, അവിടെ നിന്ന് ചെയ്യുവാൻ പോകുന്നതേക്കും കൃപയ്ക്കുമായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കും മിശിഹായുടെ നാമത്തിൽ തന്നെ. ആമേൻ പിതാവേ. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.